നെഞ്ചത്തേക്ക് നോക്കിയിട്ട് വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞാണല്ലോ വെടി പൊട്ടുട്ടാ. എന്നേട്ടാ ഒന്നുമില്ലട്ടാ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. വേൾഡ് മോസ്റ്റ് ഫേമസ് ബീച്ചിലേക്ക് ഇത് കടക്കണട്ടാ. ഒരു രക്ഷയില്ലട്ടാ. കപ്പിത്താനെ നമ്മള് ശ്രദ്ധിച്ചിട്ടാ, കപ്പിത്താൻ ബാക്കിൽ ഇരുന്ന് കളിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ തേരോട്ടോ. നമ്മുടെ ഇതണ്ട അവളേലും കണ്ടിട്ടോ നോക്കിയാ. എനി ടൈം വി ക്യാൻ യൂസ് റൈറ്റ്. അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിന്റെ നടക്കേണ്ട ഒരു പോലീസ് സ്റ്റേഷൻ. ഇത്ര വെള്ളം വന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ താഴെ പോകത്തില്ല. അധികം പോലെ ഓടിക്കാന്നൊന്നുമില്ല, വെറുതെ വീട്ടിൽ മേടിച്ചിടാന്ന് പറയില്ല. സാധനം മേടിച്ചിടണ പോലെയാ. കണ്ടിങ്ങനെ കണ്ണ് കാണുമ്പോൾ പേടിയാ കേട്ടോ. 17 ബ്രാൻഡുകൾ ഒരു സ്ട്രീറ്റിൽ മൊത്തം അണിനിറന്നിരിക്കട്ടാ. ലോകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. വേറെ ഒന്നല്ല, ഡേറ്റോണ ബീച്ചിൽ ഇന്ന് നമ്മൾ കപ്പിത്താൻ ഇറക്കാൻ പോവാം. ഈ യാത്രയുടെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഡേറ്റോണ ബീച്ചിൽ കപ്പിത്താൻ ഇറക്കണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേറ്റോണ ബീച്ചിൽ നമ്മുടെ ചെക്കനെ ഇറക്കാനായിട്ട് പോവാണ്. ഒപ്പം തന്നെ ഉണ്ടല്ലോ നമ്മൾ പലതരം മാളുകൾ, ലുല്ലു മാള്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ മാത്രമുള്ള മാള്, ഷൂവിൻ്റെ മാത്രമുള്ള മാളെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിന്നലെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ കാറുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു മാള്. ലോകത്തിൽ ആകെ ഒരു സ്ഥലത്ത് ആ പരിപാടിയുള്ളൂ. ഇന്നും കൂടിയും വണ്ടിപ്രാന്തൻ്റെ എപ്പിസോഡാണ്. ചേട്ടൻ വന്നു. വണ്ടിപ്രാന്തൻ്റെ എപ്പിസോഡാണ് ഇന്ന്. നമ്മൾ പവറാക്കോട്ടാ എന്നെ ബായ്. അമ്പോ ജാതി മാസം റെഡി. ഞാൻ നമ്മൾ കപ്പിത്താനെ കൊണ്ട് എടുത്താലോ. അവനും വണ്ടിയിൽ കേട്ടില്ല. ഡ്രോണൊക്കെ പുറപ്പാം. ബീച്ച് എക്സ്പ്ലോർ എന്നിട്ട് പിടിക്കാൻ പോകണം. നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്നു. അത് നമ്മൾ ഓട്ടോമാളിൽ പോകുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ട്. എല്ലാരും മാളല്ലേ കണ്ടിട്ടുള്ളൂ, സാധാരണ തുണിയൊക്കെ എടുക്കുന്ന മാള്. ഇവിടെ വണ്ടികളുടെ ഒരു മാളുണ്ട്. വണ്ടികൾ അവിടെ പിടിക്കാം. ഓട്ടോമാളെന്ന് പറയും. അപ്പൊ മാസം എൻട്രി ആണ്. അപ്പൊ ഞാൻ കപ്പിത്താനായിട്ട് വരാം. ലൊക്കേഷൻ ഒന്നിടോ ഫോളോ ചെയ്യാം. ഇത് പിന്നെ മറഞ്ഞു പോലെ ഇത് മുമ്പിലുണ്ടാവല്ലോ. അപ്പൊ സോ എക്സൈറ്റഡ്. ട്രാവലിസ്റ്റയുടെ ഒരു വണ്ടിപ്രാന്തന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വെച്ച് പിടിക്കാട്ടോ. ഡേറ്റോണ ബീച്ചല്ല കള്ള പരിപാടിയാണ്. ആ വണ്ടി ഭയങ്കര ക്ലിയർ. അടിഭാഗം ഇങ്ങനെ ഓറഞ്ചിട്ട് പോണടാ. ചെറിയൊരു ഹമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അടി തട്ടുട്ടോ. അങ്ങനെ ഉണ്ട്. അപ്പോൾ നോക്കി കണ്ടൊക്കെ വണ്ടി എടുക്കും വേണം. ബാക്ക് ടയർ വേറെ ഒന്നും ചെയ്യില്ല. ഫ്രണ്ട് ടയർ മാത്രം ആക്ഷനുള്ളൊന്നും കൊണ്ടിട്ടാണ്ട. ബാക്ക് ടയർ തിരിക്കുമ്പോൾ ഒന്നും കാണിക്കില്ല. നോക്കിയാണ്ട ബാക്ക് ടയർ ജസ്റ്റ് സപ്പോർട്ട് മാത്രമല്ല കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷയിൽ ഫ്രണ്ടാണല്ലോ അങ്ങോട്ട് ഇങ്ങനെ തിരിക്കുക. ഇത് ബാക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കണ്. ഫ്രണ്ടിലത്തെ രണ്ടെണ്ണമാണ് മൂവ് ചെയ്യണം അങ്ങോട്ട് ഇടും. എന്തായാലും നല്ലൊരു എപ്പിസോഡ് നമുക്ക് ഇന്നലെയും ഇന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. കണ്ടന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തമ്പുരാൻ അങ്ങനെ കൈ പിടിച്ച് തരാമെന്ന് പറയില്ലേ, അതേപോലെ കേട്ടോ. കപ്പിത്താനുണ്ടല്ലോ വണ്ടി ഓടിക്കാൻ ചങ്ക് പ്രവണ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പണിൽ നമ്മളൊരു ഭംഗി വേറെ അല്ലേ, പവറേഷ്. അത് നമുക്ക് മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡേറ്റോണ ബീച്ച് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റാത്ത ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ ഒരു വണ്ടിപ്രാന്തിന് മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളിനി മൂവ് ചെയ്യണം കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് അടുത്ത മായ കാഴ്ചകൾ കാണാം. വണ്ടികളെ ഇങ്ങനെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഓരോ വണ്ടികൾക്ക് അല്ലേ. എല്ലാവരും വണ്ടി വെച്ചിട്ട് കളിക്കാണ്ട് അവിടെ ഒരു രക്ഷയില്ല. ചിന്തിക്കാണ്ട് നമ്മൾ മൊണോക്കോയിൽ പോയില്ലേ യൂറോപ്പില്, അവിടെ ഇതേപോലെ ലക്ഷറി വണ്ടികളായിരുന്നു. ഇവിടെ പിന്നെ ഏറ്റവും ചെറുത് മുതൽ കർമ്മന്മാരൊരു കൊറോള വിട്ടാലും പണിത് പൊരിക്കില്ലോ അതൊക്കെ നടക്കേണ്ട ഇവിടെ. എല്ലാ റേഞ്ചിലുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറഞ്ഞം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു ലഹരിയാണ്. ലിൻഡേട്ടന് ഇവിടെ വരുമ്പോ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? ഞാൻ മാത്രം ഒരാളുണ്ടായിരുന്നു, ഒരു മലയാളി ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എന്റെ മമ്മീൻ്റെ അടിയെ വരും. വേറെ അധികം മലയാളികളുടെ ഡേറ്റോണയില്ലല്ലേ? ഇപ്പോഴും ഒരു 5 ഫാമിലി കൂടുതൽ ഇവിടെ ഇല്ലല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഒരു 10-20 പേരുണ്ട്. ഇവിടെ നോക്കിയാ വണ്ടി നോക്കിയാ ഹാർലി ഡേവിഡ്സൺ അല്ല ഈശോ. അവിടെ നോക്കിയിട്ട് വണ്ടി നോക്കിയാ അത് ലാൻഡ് ക്രൂസർ അല്ലേ? പഴയ ലാൻഡ് ക്രൂസർ. നമ്മളെവിടെ പോകുമ്പോഴും ശരിക്കും ഫ്ലോറിഡയിൽ മലയാളികളെ കാണുന്നില്ല പറയാം. പക്ഷെ നമ്മൾ ഇവിടെ ഡേറ്റോണിൽ വരുമ്പോൾ അധികം മലയാളികളില്ല കേട്ടോ. വളരെ ചുരുക്കം മലയാളികളോ. ഇപ്പോൾ 5 ഫാമിലി ഉള്ളൂ ഇവിടെ. അത് വേറെ രസമാണ്. എന്തായാലും ഫ്ലോറിഡയിൽ മലയാളികൾ കുറവുള്ള ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇവിടേക്ക് ആൾക്കാർ വരാത്ത.
അല്ല, ഇവിടെ നമുക്ക് മൊത്തം ബിസിനസ് ടൈപ്പില് ബീച്ച് അങ്ങനെയുള്ള പരിപാടിയല്ല. അപ്പൊ ആൾക്കാർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലൊന്നും അധികമില്ല. ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ 2 മെയിൻ ചേച്ചി അതിൽ വർക്ക് ചെയ്യണല്ലോ. 2-3 മെയിൻ ഹോസ്പിറ്റലുണ്ട്. പക്ഷെ മലയാളികൾ ഇവിടെ നിൽക്കത്തില്ല. കാരണം പള്ളിയും കാര്യങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ടായിരിക്കും. 45 മിനിറ്റ്സ് പോകുമ്പോഴാണ്. നിങ്ങൾ ഒർലാൻഡോ പോയിട്ടാണ് കുർബാനാണെങ്കിൽ ഒർലാൻഡോ വരെ പോകണ്ട. സാൻഫോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ മലയാളി കുർബാന ഉണ്ട്. ഇനി നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോവാണ്. ഈ ബ്രിഡ്ജ് നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 5 ബ്രിഡ്ജ് ഒരുമിച്ച് കാണാം. ഒരുമിച്ചാണ് ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചാവും. ഓ അടിപൊളി. അപ്പൊ നമ്മൾ ആ ബ്രിഡ്ജ് അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 5 ബ്രിഡ്ജ്. ഈ ഡാറ്റോണ ബീച്ചിലായിരുന്നു പണ്ട് ആൾക്കാര് റേസ് നടക്കണ്ടായിരുന്നു. അത് 1900-കളില്. അത് 1930-കളില് 30-40 കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ആ ട്രാക്ക് ഓടിക്കാൻ പറ്റും. നമ്മൾ വെച്ച് പിടിക്കണട്ടോ. അപ്പോ ഡാറ്റോണ ബീച്ച്. വെൽക്കം ടു ഡാറ്റോണ ബീച്ച്. പാലം നല്ല ഹൈറ്റ് ഉണ്ടായിക്കണല്ലേ? അടിയിൽ കപ്പൽ പോണായിരുന്നല്ലേ? ആ ഇവിടെ നോക്കി നിങ്ങൾ വേണ്ട. കപ്പൽ പോകാനായിട്ടുണ്ടല്ലോ എല്ലാ പാലങ്ങളും നല്ല ഹൈറ്റിൽ പണിതിട്ടുണ്ടാക്കണടാ. നമ്മൾ മലയാറ്റൂർ പോകുമ്പോൾ ഓരോ മറ്റേ സ്ഥലം കാണിക്കില്ലേ, 1ാം സ്ഥലം 2ാം സ്ഥലം, അതേപോലെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ ഫോട്ടോയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടവര്. അത് കാണുമ്പോൾ നമുക്ക് കഥ ഓർമ്മ വരണേ. 1ാം സ്ഥലം 2ാം സ്ഥലം ഉണ്ടാ. ഇവിടെ വേറെ ഫോട്ടോ ടിം ഫ്ലെമിംഗോസ് ആട്ടാ. വേറെ ഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഫ്ലെമിംഗോ ആ കാണാൻ ബീച്ച്. ആ ഇവിടെ ഉണ്ട്. അതാണ് ബീച്ചിട്ടാ. ശരിക്കും ഇവിടെ നിൽക്കുന്ന വീടുകൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആവില്ലേ? ആ അതെ, ഇതൊക്കെ ബീച്ചിന്റെ ഭാഗമാണോ ഡാറ്റോണ ബീച്ച്. അവിടെ ഉണ്ട്. ഇത് ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷട്ടാ. കപ്പിത്താൻ ബാക്കിലുണ്ട്. കപ്പിത്താനെ നമ്മള് ശ്രദ്ധിച്ചിട്ടാണ് കപ്പിത്താൻ ബാക്കിൽ ഇരുന്ന് കളിക്കുന്നത്. ചെക്കമാണ്. ഇവിടെയും വീടുകൾ മൾട്ടി കളറുകളാണെന്നുള്ളത് കുറേയൊക്കെ. എല്ലാവരും എല്ലാ വീടുകളും ഓരോരോ വെറൈറ്റി കളറുകളാണ് മൊത്തം. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വീടിന് 1 മില്യൺ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വീടുകൾ കിട്ടാനായിട്ട്. ഡാറ്റോണ ബീച്ചിൽ വീട് കിട്ടാന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാവരുടെയും ഒരു മോഹമായിരിക്കില്ലേ? അപ്പം നമ്മൾ ഡാറ്റോണ ബീച്ച് വേൾഡ് മോസ്റ്റ് ഫേമസ് ബീച്ചിലേക്ക് ഇത് കിടക്കണട്ടാ. ഇവിടെ നിന്നാണ് നമ്മുടെ തേരോട്ടോ. നമ്മുടെ കപ്പിത്താനും സ്ലിംഗ് ഷോട്ടും കൂടിയിട്ടാണ് കളി കേട്ടാ. നമ്മുടെ സ്ലിംഗ് ഷോട്ട് എന്ന് പറയില്ലേ, ഇനി നമ്മുടെ ഒർലാൻഡോ കപ്പിത്താൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്ലിംഗ് ഷോട്ട് കപ്പിത്താനും നമ്മുടെ ചെക്കനോടെ ബാക്കിലുണ്ട്. നമ്മൾ നേരെ അയ്യോ അവിടെ നോക്കിയൊരു വണ്ടി. ഇത് മിനിറ്റിന് ഇവിടുത്തെ വെറൈറ്റി വണ്ടികളാണ്. അവിടെ സായിപ്പന്മാരും മതമാരും ഉണ്ടല്ലോ. വേറെ ഒരു പണിയില്ല. ഒരു കൊല്ലം മൊത്തമുണ്ടല്ലോ ഇങ്ങനത്തെ വണ്ടികൾ ഇങ്ങനെ തുടക്കുക പിടിക്കുക പരിപാടി സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോട്ടാ. വേൾഡ് മോസ്റ്റ് ഫേമസ് ബീച്ച് ഡാറ്റോണ ബീച്ച്. ചിന്തിക്കാൻ പറ്റുമോ? അവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടോ? ആ എൻട്രി ഫീസ് ഉള്ള കടലിലിറങ്ങുന്ന കാശ് കൊടുക്കണം കേട്ടോ. എത്ര കാശ് ഒരു വണ്ടി ഇറങ്ങാനായിട്ട്? 30 ആ ഒരു വണ്ടി കയറാനായിട്ട് $30 ഉണ്ടോ? ഏകദേശം നമ്മുടെ നാട്ടിൽ 2500 രൂപയുടെ വണ്ടി ജസ്റ്റ് ബീച്ചിൽ ഇറങ്ങി പോകാനായിട്ടോ. പണി എടുക്കണേട്ടാ കുറച്ച്, അല്ലെങ്കിൽ പണിയുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ കാണാൻ പോണ ബീച്ചുണ്ടല്ലോ, ഈ ബീച്ചിലായിരുന്നു 1930 കാലഘട്ടങ്ങളിൽ ഈ റേസിങ്ങിൻ്റെ തറവാടാണല്ലോ ഈ ഒരു ഏരിയ ഡാറ്റോണ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇവിടെ വേറെ റേസിംഗ് ട്രാക്കുകളൊന്നും ഇല്ലാത്ത കാരണം ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരു റോഡ് ഉണ്ടാക്കി അല്ലേ, പ്രസ് ചെയ്ത് റോഡ് ഉണ്ടാക്കി. ആ റോഡ് കാരണമാണ് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ നാച്ചുറലി അങ്ങനെ ആയിട്ടുള്ളതല്ല കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് മൊത്തം റബ്ബറൈസ്ഡ്, അതിന്റെ മുകളിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കണ്ട. അന്ന് കാലത്ത് കിട്ടിയ ഐഡിയ ഉണ്ടല്ലോ, ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്ത് കാശ് മേടിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണൂര് അവിടെ ഇതേപോലെ കാശ് മേടിക്കണം വണ്ടി ഇറക്കണമെങ്കിൽ അല്ലേ. ശരിക്കും അങ്ങനെ കാശ് മേടിച്ചിട്ടുള്ളിലേക്ക് ഇറങ്ങണ്ട. നമ്മളാ ബീച്ചിലേക്ക് നമ്മുടെ ചെക്കൻ ഇറക്കാൻ പോണ്, ഒപ്പം കപ്പിത്താൻ വാ 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 വാ. അങ്ങനെ ഡാറ്റോണ വെലോസിയ കൗണ്ടി ഫ്ലോറിഡ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങണട്ടാ. മണലിലേക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് ഇറങ്ങണട്ടാ. അത് ആലോചിക്കണം നിങ്ങൾ കേട്ടോ. ആ റേസിംഗ് ട്രാക്കിൽ നമ്മൾ സ്പീഡ് ലിമിറ്റ് 10 അല്ലേ, കൂടുതൽ സ്പീഡിലൊന്നും പോകാൻ പാടില്ലല്ലേ. ഓക്കെ, സ്പീഡിൽ നമ്മൾ മറ്റേ ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ അവിടെ, പരത്തെ അടിച്ചു വെച്ചിരിക്കാമല്ലോ ഇവിടെ. അതിലൊക്കെ പോകുന്നുള്ളൂ വണ്ടികൾ. ഇവിടെ വേറെ വണ്ടി ഒന്നും നോക്കിയേ. ഇതൊക്കെ ഇവിടെ ഹോട്ടലുകളാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഹോട്ടലുകളാണ്, മേലെ കാണുന്നതൊക്കെ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് കാണുന്നതൊക്കെ അങ്ങനത്തെ പരിപാടികളായിരിക്കും. നമുക്ക് ഈ ബീച്ചിൻ്റെ ഏതെങ്കിലും തീരത്തുനിന്നൊരു കാപ്പി പിടിച്ചാലോ? ആയിക്കോട്ടെ.
കപ്പിത്താനും നമ്മളും കൂടി ഒരുമിച്ച് പിടയ്ക്കണുണ്ടോ. കപ്പിത്താൻ ബാക്കിലുണ്ട്. അങ്ങനെ നമ്മളൊരു ഡാറ്റോണ ബീച്ചിലേക്ക് ഇറങ്ങി കപ്പിത്താനെ ഇങ്ങോട്ട് ഇറക്കിയിട്ടാ. കപ്പിത്താന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏത് വണ്ടി വന്നാലും ട്രക്ക് വലിയ വണ്ടി വന്നാലും ഇത് നമുക്ക് ഓടിക്കാല്ലേ, കുഴപ്പമൊന്നുമില്ല. കയറിയോളും. അത്രയ്ക്ക് താന്ന് പോണ പരിപാടികളൊന്നുമില്ല. ഇതിന്റെ അടിയിൽ അവരെന്തോ പണ്ട് റബ്ബറൈസ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഓ പിന്നെയുണ്ടല്ലോ, ഞാൻ നിങ്ങൾ ഡ്രോൺ ഷോട്ട് കണ്ടാവും. ഈ സമയത്ത് ഒരു ലോകോത്തര ഷോട്ട് കിട്ടിയിട്ട് എനിക്ക് ഈ വെള്ളത്തിൻ്റെ ഗ്ലേസിങ്ങിലേ ഈ പറവകളില്ലേ, ഈ എന്നിട്ട് പറയുന്നതിന് എന്തൊരു പേര് പറയട്ടാ, ഈ പറവകൾ ഇങ്ങനെ പറന്നു പോണ ഒരു രംഗമുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സമയത്ത് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ വരണ സമയമായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് കാണാൻ പറ്റി, നിങ്ങൾക്കത് തരാൻ പറ്റിയിട്ടാ. എനിക്ക് വേണത് ഒരു വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടാന്ന് പറയുമ്പോഴേ അത് ഭയങ്കര പ്രഷ്യസ് ആണ്. ആ ഷോട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഡ്രോണേ മോളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഈ വെള്ളം വന്ന ഗ്ലേസിംഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന ചെറിയ ഗ്ലേസിങ്ങിൽ ആ ഗ്ലേസിങ്ങിൽ പറവ ഇങ്ങനെ പറക്കാൻ മുകളിലേക്ക്. ഓ ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഞാനിത് റിസ്ക് എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പ്രശ്നം വെച്ചാലേ ഈ പറവ വന്ന് തട്ടി കഴിഞ്ഞാൽ ഡ്രോൺ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ആ വഴിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ റിസ്ക് ഷോട്ടാണ്, എന്നാലും അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കണോ. നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെയുണ്ടല്ലോ ഭയങ്കര നീറ്റ്നെസ്. നിങ്ങൾ ഡ്രോൺ ഷോട്ട് കണ്ടറിയാം. ഇതിൽ ഡ്രോൺ ഷോട്ട് കണ്ടാൽ നമുക്കത് മനസ്സിലാവുള്ളൂട്ടോ. നീറ്റായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായി എടുക്കണ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോയിട്ട് കമ്പ് കഷ്ണം പോലും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ അത് വരുന്നില്ല. സാധാരണ വെള്ളത്തിൽ കൂടെ വേസ്റ്റ് നമുക്ക് കാണാറുണ്ടല്ലോ. ഇവിടെ അതും വരുന്നില്ല കേട്ടോ. ഭയങ്കര പരിപാടികളാണ്. ഈ പറവകളെ നമ്മൾ നമിക്കണു. പറവകളാണ് നമുക്ക് നല്ല ഷോട്ടൊന്നും ഒരുക്കിട്ടാ. പിന്നെ നമ്മൾ നേരത്തെ മെക്സിക്കോയിലെ കാണുന്ന പോലെ ബീച്ചിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ സൗപ്പോളയിലും റിയോയിലൊക്കെ കാണുന്ന പോലെ ബീച്ചിൻ്റെ സൈഡിൽ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ്. ഈ ഡാറ്റാണ് ബീച്ച് കണ്ടുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കണമെന്ന് വെച്ചാണല്ലോ $മില്യൺസ് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് വേറൊരു കാര്യം. ഒപ്പം തന്നെ ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റിലാണ്, അതൊക്കെ ഹോട്ടൽ റൂമുകളാട്ടോ. ഇവിടെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര പൈസ തന്നെയാണെന്ന് പറയണം കേട്ടോ. ഇനി നിങ്ങൾ കാണിക്കാൻ പോകണമെന്നുണ്ടെന്ന് അറിയൂ, നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല അമേരിക്ക എങ്ങനെയാണ് ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ജനതേനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വലിയൊരു കാരണം നമ്മൾ കാണിക്കാൻ പോണത്. ഇവിടെ ഒരാൾ മുട്ടുത്തിരിക്കാനുള്ള എന്നിട്ടുള്ളത് പറയും. നമുക്ക് വർഷത്തിലെ ഒരു 6 ഹുറിക്കേനിൽ ഇവിടെ അടിക്കും. അപ്പോൾ ഹുറിക്കേൻ അടിക്കുമ്പോൾ ബീച്ച് സൈഡിൽ നിന്ന് മൊത്തം ഇവാക്യുവേറ്റ് ആണ്. ഈ മതിലെല്ലാം എടുത്ത് അവർ വെള്ളം വന്ന് കയറിപ്പോ. അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് വെച്ചാല് ഇതുണ്ട്, ഇത് ഫൈബർ ഗ്ലാസ് ആണ്, ഇത് ഇരുമ്പൊന്നും അല്ല. ഇത് ഇരുമ്പല്ല, ഫൈബർ ഗ്ലാസ് ആണ്. ഇതൊരു 20 അടി താഴ്ച പോയിട്ടുണ്ട്. അടിയിലേക്ക് 20 അടി പോയിട്ടുണ്ട്. ബാക്കി 4-5 അടി മേലോട്ട്. അപ്പൊ എത്ര വെള്ളം വന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ താഴെ പോകത്തില്ല. ഇവനെ കടന്ന പ്രതിക്ക് പോകത്തില്ല, വെള്ളം പോകത്തില്ല. 5 അടി പൊക്കത്തില് 20-25 അടി താഴ്ചയിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഫൈബർ ഗ്ലാസ് ആണ് സംഭവം. സ്ട്രോങ് ആണ്. ഇതുണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ അടിച്ച കിലോമീറ്ററാണ്. വെറുതെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സ്ഥലമല്ല, നമ്മൾ എത്ര ഓടിയാലും കിട്ടില്ല. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് ഹൗസ് തൊട്ട് നമ്മുടെ സെന്റ് ഓഗസ്റ്റിൻ വരെ കിടക്കാണ്. 80 മൈലോളം ഉണ്ട്. സെയിം ബീച്ചാണ്. ഓരോ സ്ഥലം മാറും തോറും ന്യൂസ്മാരിന്റെ ബീച്ച് വരും, ഓർമൺ ബീച്ച് വരും, ഡേറ്റോണ ബീച്ച് വരും, ജാക്സൺവിൽ വരും. അങ്ങനെ പാം കോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ നേരെ ഓൾ ദി വേ ടു സെന്റ് ഓഗസ്റ്റിൻ വരെ പോയിട്ടുണ്ട്. അത് കാരണം ഇവിടെ മറ്റേ കടലാക്രമണം വരുമ്പോ ഈ ബിൽഡിങ്ങിലൊന്നും അലക്കി പോവാത്ത ഇറങ്ങത്തില്ല. ഇതിപ്പോ മൊത്തം അവർ പുതിയതായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് പുതിയ പ്രോജക്റ്റ് ആണ്. ഉഗ്ര സാധനം കണ്ടില്ലേ? ഇത് കണ്ടോ, ഇതിന്റെ അടിഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തോ. നോക്കിയാ ഇത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോ കേട്ടോ. ഇതിങ്ങനെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്ററോളം ഇങ്ങനെ കെടുക്കുന്നുണ്ട്, അറ്റം വരെ കെടുക്കുന്നുണ്ടോ. അവിടെ പണി കഴിഞ്ഞാണല്ലേ. അത് കണ്ട അതിന്റെ മോൾ ഭാഗം ഫുൾ കോൺക്രീറ്റ്. അപ്പൊ ഇതിന്റെ ഉള്ളില് കോൺക്രീറ്റ് ഫിക്സ് ചെയ്യില്ലേ? ഇല്ല, ഇത് മണ്ണിട്ട് നിറച്ചിട്ട് ഇത് വെച്ചിട്ട് ഇതിന്റെ മേലെ മാത്രം കോൺക്രീറ്റ്. ഈ ഗ്ലാസ് ഫൈബർ വെച്ചിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് നിറയ്ക്കും. എന്നിട്ട് ആ മണ്ണിട്ട് നിറച്ചതിന്റെ മേലെ നമ്മൾ ഈ പറഞ്ഞ കോൺക്രീറ്റ് ഇല്ല, ഇതുണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യണ പോലെ ഇവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് ബേസ് ഉറപ്പിച്ചിരിക്കട്ടാ. നമ്മൾ കുറെ കല്ലും പരിപാടി, പക്ഷെ ഇത് എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കുമല്ലോ. അതൊക്കെ ചെയ്യാനായിട്ട് നല്ല എക്സ്പെൻസീവ് ആവില്ലേ?
നമുക്ക് കേരളത്തിൽ ഇത് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. ഭയങ്കര എക്സ്പെൻസീവ് തിങ്സാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 അടി താഴ്ചയിലാണ് ഈ സാധനം പോകണമെന്ന് പറയുമ്പോൾ കേട്ടോ. നമ്മളിങ്ങനെ ലോക യാത്ര നടത്തുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കണത്. നമ്മൾ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ലോകത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കേരളത്തിൽ അത് കൊണ്ടുവരാനും നമ്മുടെ ഉന്നതതല രാഷ്ട്രീയ നേതാക്കളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ടീം ട്രാവലിസ്റ്റ ഈ ഡാറ്റോന ബീച്ച് കാണുന്നതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ ഇത് വലിയ കാര്യമാട്ടോ. ചെറിയ കാര്യമാണെങ്കിൽ നമുക്കത് ഓരോ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഡാറ്റോന ബീച്ചിൻ്റെ അടുത്ത ഭാഗം ലൈറ്റ് ഹൗസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാള്, വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മാള് നമ്മൾ കാണാൻ പോകണം. മാള് ഏരിയ കേട്ടോ. ഒരു സ്ട്രീറ്റാണ് മൊത്തം കാണിക്കുന്നത്. ഇതാണ് നമുക്ക് ശരിക്കും കാണാം. ഈ ഫൈബറിൻ്റെ ഇതിൻ്റെ കനം കണ്ട നിങ്ങൾ കണ്ട ഈ കനത്തിലേക്ക് ഈ അടിയിലേക്ക് ഇറക്കിയിരിക്കുക കേട്ടോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അവർ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ മുകളിൽ കയറ്റി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ ഒരു ക്യാപ്പ് അടിക്കട്ടെ അവർ. ഇത് മുമ്പ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഹരിക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് തള്ളി വരണണ്ട. അതിനൊക്കെ ഇനി അങ്ങോട്ട് തള്ളിയിട്ട് ഇത് അവർ ഫുള്ള് ഫിക്സ് ചെയ്ത് വെക്കട്ടോ. ഇത് ഭയങ്കര സ്ട്രോങ് ആണോ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇരുമ്പിനാക്കാളും സ്ട്രോങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഗ്ലാസ് ഫൈബറാണ് കേട്ടോ. അത് ഭയങ്കര സ്ട്രോങ് ആട്ടോ, ചിന്തിക്കാണ്ട്. നമ്മുടെ കൂടെ വന്ന ചേട്ടൻ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട്. റും 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 ചിന്തിക്കാണ്ട് കേട്ടോ. റും 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 ഉണ്ടാ നോക്കിയേ. രക്ഷയില്ലട്ടാ. ഓ ഒരു രക്ഷയില്ലട്ടാ. വേറൊരു ലെവൽ അനുഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡ്രിഫ്റ്റിംഗ് കൂടി, നമ്മുടെ മുത്തിൻ്റെ ഡ്രിഫ്റ്റിംഗ് കൂടി വന്നപ്പോഴല്ലേ വേറൊരു റേഞ്ചിലേക്ക് സംഭവം പോയി. നമ്മുടെ മലയാളികൾ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ ചെയ്യാൻ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ ലൈറ്റ് ഹൗസ് അടവാന്നല്ലോ പറഞ്ഞാൽ. ലൈറ്റ് ഹൗസ് ബാക്കിലാണ്. അത് ഇന്ന് അടവല്ലേ? ഇന്ന് അടവാണ്. നമ്മൾ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ പോകണ്ട, നമുക്ക് നേരെ ഓട്ടോമാളി പോകാം. ഓക്കെ. അപ്പം നമ്മളിനി അടവായിട്ട് ഇനി ഇവിടെ നിന്ന് 2-3 മൈൽ അപ്പുറത്തേക്ക് പോകാണ്ട്. അത് ഒരു ജോസ് ക്രാബ് ഷോപ്പ് എന്ന് പറഞ്ഞ ക്രാബ് മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. അത് ബീച്ചിന്റെ അകത്താണ് നിൽക്കുന്നതാണോ? പിയറിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. കാണാം, കയറി അതിൽ കയറി കാണാം. ഇവിടെ ആൾക്കാർ അതൊക്കെ ബീച്ചിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഈ പറവകളുടെ റേഞ്ച് ഉണ്ടല്ലോ വേറൊരു മൂഡാണ് കേട്ടോ. നമ്മളിത് ഉച്ചയോട് കൂടിയിട്ട് ആൾക്കാർ വെള്ളത്തിലിറങ്ങലും ഇരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ നമുക്ക് മറ്റേ ആ ക്രാബ്, കടലിൻ്റെ ഉള്ളിൽ ക്രാബ് വെക്കണ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ലൈറ്റ് ഹൗസ് അടഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ട് തിരിക്കാൻ തോന്നുന്നു നന്നായിട്ട്. അതിനേക്കാൾ നല്ല കാഴ്ച നമുക്ക് കിട്ടും. ലൈറ്റ് ഹൗസ് കാഴ്ച എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഡ്രോൺ ഷോട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഓരോ കാറും $31-35 കൊടുത്ത് കയറുന്നു ഇറങ്ങുന്നു അല്ലേ. എല്ലാവരും ആഘോഷത്തിൻ്റെ നിറവിൽ കേട്ടോ. എന്തായാലും സ്കൈ നമുക്ക് വേണ്ടി ഇന്ന് ഉണർന്നിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആൾ ഓഫായി പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടുത്തെ മെയിൻ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ മാസത്തേക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് പോകുന്നുള്ളൂ ആൾക്കാർ. മാസം, വീക്ക്, ഡെയിലി എയർ ബി എൻ ബി ഒക്കെ നമുക്ക് എടുക്കാം. അറ്റ്ലാന്റിക് അവന്യൂ, സിൽവർ ബീച്ച് അവന്യൂ. അത് സിൽവർ ബീച്ച്. ഓരോ ബിൽഡിങ്ങും വേണ്ട, ഫുൾ ബീച്ചിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ അടിച്ച് വെച്ചിരിക്കട്ടാ. സിൽവർ ബീച്ച് ക്ലബ്. ബീച്ച് ഐറ്റംസ് മൊത്തം വിൽക്കണല്ലോ കടയിൽ. ബീച്ച് 7-11 ഉണ്ട്. നമുക്കൊരു കാപ്പി എടുക്കണം എപ്പോഴെങ്കിലും കേട്ടോ. കപ്പിത്താൻ പോണതിനിടയില് നമ്മൾ നിലത്തിരിക്കുമ്പോൾ കപ്പിത്താൻ നല്ല ഹൈറ്റിൽ തന്നെ പോകണട്ടോ. ചെക്കൻ്റെ വലുപ്പങ്ങൾ ഇരിക്കുമ്പോഴറിയണം നമ്മൾ. ഫുള്ള് ബീച്ച് റിസോർട്ടുകളാണ് എല്ലാം. റൈറ്റ് സൈഡിലാണ് അതൊക്കെ ബീച്ച് റിസോർട്ടുകളാണ്. അപ്പം നല്ല രീതിയിൽ അത് അമേരിക്ക ആകുമ്പോൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഭയങ്കര രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഫ്ലോറിഡ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ റീൽസ് കണ്ടില്ലേ, മുതലാളിമാർ റോൾസ് റോയ്സൊക്കെ ഒരു പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വഴിയിൽ നിൽക്കണു. അപ്പോൾ പോണ വഴിക്ക് ഈ പെൺകുട്ടി ആണ് ചോദിക്കും, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ചോദിക്കണു. അപ്പോൾ പെൺകുട്ടി പറയും, അയ്യോ എനിക്ക് നിന്നെ ഇഷ്ടമായില്ല എന്ന് പറയണു. ആ നേരത്തെ ഇയാൾ പോയിട്ട് ഒരു റോൾസ് റോയ്സിൽ കയറിയിരിക്കണു. അപ്പോൾ പെൺകുട്ടികൾ അതിന് പിന്നാലെ പോകണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ ഈ പെൺപിള്ളേരും വയസ്സായവരെല്ലാവരും ഉണ്ടല്ലോ ഹായ് കാണിക്കുക. നമ്മൾ ഹായ് കാണിക്കുന്നുണ്ട. ഒരു പ്രത്യേക ഒരു പൂവാലൻ ശല്യം ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഇത് കൊണ്ടുപോകുമ്പോൾ. എനിക്ക് പിന്നെ മുടിഞ്ഞ ഗ്ലാമർ ആയതുകൊണ്ട് അയ്യോ എനിക്കറിയില്ല. ഓർമ്മ വന്നേട്ടാ, നമ്മളെന്താ ശരിക്കും നടന്നു പോകുമ്പോൾ ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഈ വണ്ടിയിൽ പോകുമ്പോഴല്ലേ ഒരു പ്രത്യേക മൈൻഡ് ചെയ്യലുണ്ടാ. അത് എന്ത് മൈൻഡ് ചെയ്തെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ബീച്ച് എക്സ്പ്രസ്, ബീച്ചിലേക്ക് ആക്ടിവിറ്റികൾ, ഇവിടെ ബീച്ചിലിറങ്ങാനാണ് എല്ലാവരും വരണത്. കളിക്കാനും ഫാമിലികളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള വാഴക വെച്ച് നോക്കിയ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള കടകൾ നമ്മൾ കാണട്ടോ. നമ്മളിപ്പോൾ പോകണത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷോപ്പ് ഇട്ടാ. കടലിൻ്റെ നടുക്കിൽ ഒരു ഷോപ്പ് നിൽക്കുക. അത് ക്രാബ് വിൽക്കാനായിട്ട്. ചിന്തിക്കാൻ പറ്റുമോ?
ആക്ടിവിറ്റിയിലൊക്കെ മയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എൻട്രി കൊടുക്കണോ? എല്ലായിടത്തും എൻട്രി ഉണ്ട് കേട്ടോ. ഡോളർ അറിയാണ്ട് ശ്രദ്ധിക്ക് പോകാൻ പറ്റില്ല. വേറെ കാര്യം ഇതേതുകൊണ്ട് ഇന്ന് കോർവെറ്റാ, ഷെവീര കോർവെറ്റാട്ടാ. കോർവെറ്റ് നമ്മുടെ അമ്മാമ്മ പറഞ്ഞിട്ട് വറ്റെന്നുള്ള വാക്ക് അവസാനം കിട്ടണേട്ടാ. ചോറുണ്ണുമ്പോളേ ഒരു വറ്റ ചോറുണ്ടാകുന്നത് വറ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വണ്ടികളുണ്ടാ ഷെവറുടെ. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ വണ്ടിയിൽ ഓക്കെ ചെയ്തിട്ട് ഇറങ്ങണട്ടാ ക്രാബിൻ്റെ ഷോപ്പിലേക്ക്. സ്കൈ നമ്മൾ നോക്കി തിളങ്ങണട്ടാ. ഇതിൻ്റെ വേറെ പ്രത്യേകത കാണിച്ചിട്ടാ ഈ വണ്ടിയുടെ ഉള്ളിൽ സീറ്റ് മടക്കാണ്ടല്ലോ, അവിടെ ലോക്കറുണ്ട്, ഓപ്പൺ ലോക്കർ. അപ്പോൾ നമ്മൾ ഡ്രോൺ നമ്മൾ അതിനുള്ളിൽ സേഫ് ആക്കാമെന്ന് പറയണേ ചേട്ടൻ. ഭയങ്കര സ്പേസ് ആയല്ലോ അല്ലേ. ഇങ്ങനെയുള്ളത് നമ്മുടെ ഇതുണ്ട് പവർ ബാങ്ക്. റിസ്ക് എടുപ്പിക്കണം നമുക്ക്. നിങ്ങൾ ആരെങ്കിലും ആഫ്രിക്കയോ സൗത്ത് അമേരിക്കയോ സ്വപ്നം കാണണ്ട യാത്ര ചെയ്യാനായിട്ട് കൂടാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെനിയ, ടാൻസാനിയ, മസായിമാരൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടാം. ഒപ്പം തന്നെ കിളിമഞ്ചാരോ, സദേൺ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, നമീബിയ, സദേൺ ആഫ്രിക്കത്തെ രാജ്യങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളാക്കിയത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് ചേക്കറാണ് ഒരു DMC ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് പറയുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടോ അന്യ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ആഫ്രിക്കയിലേക്കുണ്ട്, സൗത്ത് അമേരിക്കയിലേക്കുണ്ട്. ലോകത്തിലെ വേൾഡ് വണ്ടേഴ്സായ ക്രൈസ്റ്റ് റെഡീമർ, നാച്ചുറൽ വണ്ടറായ ഇഗ്വാസ് വാട്ടർഫോൾ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഒപ്പം തന്നെ ലോകത്തിലെ അടുത്ത വണ്ടറായിട്ടുള്ള മാച്ചു പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഇവിടേക്കൊക്കെയാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യണത്. വലിയ ഗ്രൂപ്പുകളൊന്നുമല്ല, ഒരു 20-25 മാക്സിമം 20-25 പേരാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഒരാൾ മുതൽ എത്ര ആൾ വേണമെങ്കിലുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഒരു ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കൂട്ടുകാരായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സെറിമണികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സെറിമണി ചെയ്യണം, ഞങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേച്ചറായിട്ട് ഒരുമിച്ച് ഇന്ന് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ. വേറെ വൃത്തിക്ക് നമ്മൾ ചെയ്യണില്ല, നമ്മൾ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടാം. വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. ഈ വണ്ടി ഓണാക്കുമ്പോൾ പൊന്തോ ചേട്ടാ? പൊന്തല്ലേ? ഭൂമിയിൽ മുട്ടി നിൽക്കാട്ടാ. നോക്കി നീ ഭയങ്കര ഏട്ടാ. ഇവിടെ ആക്ടിവിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നമ്മളെ കടാ ഗഡ്ഡികളുണ്ടാ. ഡേറ്റോണ ലിൻഡോ അറിയാത്ത ഡേറ്റോണ ഇല്ലടേണ്ടപ്പാ. പാർക്കിംഗ് അടിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അന്നത്തെ ദിവസം. നമുക്ക് രസം എന്താണെന്ന് അറിയാം, അവിടെ കാർമാഗ് നിൽക്കല്ലേ, അതിൻ്റെ ലൈറ്റിങ് ഒരു പ്രത്യേക ലൈറ്റിങ് തരുന്നുണ്ട് നമുക്ക്. പിന്നെ അമേരിക്കയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ടെറൈനിലേക്ക് നമ്മൾ എത്തല്ലേ ഈ യാത്രയിൽ. നമ്മൾ ആദ്യം അമേരിക്കൻ സീരീസിൽ തന്നെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ടെറൈൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എൻ്റെ മുഖത്ത്. അങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ ഇത് നമ്മൾ വിചാരിക്കും സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളല്ല കേട്ടോ, അത് ഈ കുട്ടികൾക്ക് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട് പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്കാണ് വെള്ളത്തിലൊക്കെ ഈവനിങ്ങിലൊക്കെ പിള്ളേരുകൾ വരുമ്പോഴേ പക്ഷെ ഒരു പൂള് നിൽക്കണ പോലെ നിൽക്കണം കേട്ടോ കളർ കാണുമ്പോൾ. ഏതാ ലോകം. വെൽക്കം ടു ഫ്ലോറിഡ. ഇന്നൊരു ഫ്ലോറിഡ എപ്പിസോഡ് തന്നെയാടാ. ഒരു ബീച്ച് ലൈഫാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേണ്ട ഇവരൊക്കെ ഡ്രഗ്സ് അടിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാട്ടോ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയും അവർ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുക പെട്ടുപോയി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ അവസ്ഥയിലൊക്കെ ആയി. ജീവിതത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ അങ്ങനെ സ്ട്രീറ്റിലങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ. നമ്മുടെ പ്രാവ് കുനു എന്ന് പറയില്ലേ, ആ കുനുണ്ടാ ഇരിക്കണത്. ഒമ്പോ ആൾക്കാർ വീക്കെൻഡ് ആകുമ്പോഴാണല്ലേ. ഇവിടെയൊക്കെ ഓഷ്യൻ സെക്യൂരിറ്റി. ഇവിടെ കുളിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒരാൾ ചേച്ചിരിക്കണമൊക്കെ അവിടെ എമർജൻസിക്ക് വേണ്ടിയിട്ട് ലൈഫ് ഗാർഡ് ഇരിക്കണണ്ട. അതിന് വേറെ സെപ്പറേറ്റ് വണ്ടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ ലൈഫ് ഗാർഡിന്. എങ്ങനെയൊക്കെ സേഫ്റ്റി ഒരുക്കാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. നമ്മളും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ മുന്നോട്ട് തന്നെ. പക്ഷേ നമുക്ക് നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് സേഫ്റ്റി എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ മരിക്കുമ്പോൾ ഒരാൾ ചത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടേക്ക് എത്താം നമ്മൾ. പക്ഷേ ഇവർ അതിന് മുമ്പ് ഇവരെല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കാം കേട്ടോ. ആ ചേച്ചി അവിടെ നോക്കണില്ലേ, ആ നോക്കണത് അവിടെ വേണ്ട. അപ്പം അത് ഇവർ ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണ്ട. വണ്ടികൾ വരുന്നു, നോക്കുന്നു, ഇറങ്ങുന്നു, പോകുന്നു. അപ്പോൾ സർഫിങ്ങിന് വരുന്ന ആൾക്കാർ നോക്കിയാൽ ക്ലീൻ ആക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ ഒരാണും പെണ്ണാണ് ഇറങ്ങുന്നത് സർഫിങ്ങിന്. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് അവിടെ ലൈഫ് ഗാർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ. ഇവിടെ നോക്കിയാൽ ജനിക്കുമ്പോൾ പിള്ളേരെ തൂക്കിലേക്കിട്ട് ബീച്ച് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യട്ടോ. നോക്കിയാൽ അక్కడ അവനത്ര പ്രായമുണ്ടോ, ഒരു പൈസ പോലെ ആയിട്ടില്ലട്ടോ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന. നോക്കിയാൽ ചേട്ടനും ചേച്ചി നിന്ന് നൽകാൻ പോണ്. ആ കാണുന്നത് ഏതാ? അതല്ലേ നമ്മുടെ ഹിൽട്ടൺ അല്ലേ, അറ്റം വരെ ഉണ്ടെന്ന് തോന്നല്ലേ. ആ റെഡ് വരെ ഉണ്ട്. ഹിൽട്ടൺ നിൽക്കണത് ഇപ്പം നോക്കി നിങ്ങൾ. ഹിൽട്ടൻ്റെ ഓരോ മുറിയിൽ നിന്നും ബീച്ച് കാണാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട്. ഓഷ്യൻ വ്യൂ ഉണ്ട്.
അവിടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളൂട്ടോ. അല്ലക്കുമ്പോൾ 1 മണിക്കൂർ ഇനി വെള്ളത്തിൽ അവിടെ ഒരു കളി. അവിടെ കളിച്ച ആർമാതിക്കും കിട്ടും, അത് വേറെ കാര്യം. മ്യൂസിക് വിട്ടിട്ട് കളിയില്ലേട്ടാ. അല്ല ഒക്കെ പിള്ളേർ സെറ്റുകൾ വരി ആയിട്ടാ, സ്കൂളിൽ വരി നിൽക്കണ പോലെ കേട്ടാ. അതിവിടെ കോച്ചിങ് ഉണ്ട്, അതിൻ്റെ കോച്ചിങ് ഉണ്ടല്ലേ. ഇവിടെ നമ്മുടെ പിള്ളേർക്ക് ഈ ഫ്ലോറിഡ ഏരിയയിൽ വരുമ്പോൾ എന്തൊക്കെ കോച്ചിങ് ആണ് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പറ്റുക? സ്വിമ്മിങ് ഉണ്ടാവും, പിന്നെ എല്ലാം ഉണ്ട്, എന്ത് വേണമെങ്കിലും സ്വിമ്മിങ് തൊട്ട് സ്പോർട്സ് എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ടല്ലേ. പിന്നെ ഫിഷിങ് വരെ കോച്ചിങ് ഉണ്ട് ഇവിടെ. ഫിഷിങ്ങിന് വരെ കോച്ചിങ് ഉണ്ട്. ഞാൻ എടുത്തറിഞ്ഞോട്ടോ. അമ്മാമ്മയൊക്കെ 90കളിലെ ബീറടിക്കണട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവും. ഇതെന്തൊരു കാക്കാട്ടാ, ഒരു നീല കളറുള്ള കാക്ക നോക്കി നിങ്ങൾ കണ്ട. അതിൻ്റെ സ്കിന്ന് കണ്ട, ഒരു നീല കളർ ഇട്ടാ. കടൽക്കാക്കയാണല്ലേ. പക്ഷെ ഇത് ഇങ്ങനത്തെ കാക്ക നമ്മളധികം കണ്ടിട്ടില്ല കേട്ടാ. ഇങ്ങനത്തെ കളറുള്ള കാക്ക നമ്മളധികം കണ്ടിട്ടില്ല കേട്ടാ. ഒരു ഡബിൾ കളറാണ് ഏമില് കാണുമ്പോൾ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ആ ബിൽഡിങ്ങിൻ്റെ. കാക്കാറ്റി ഷോട്ട് എടുത്തിട്ട് പോകാൻ വെച്ചിട്ടാ. പേടിയില്ലാട്ടാ ഇനി നടന്നു പോയി ചെയ്യണേ. അപ്പം നമ്മൾ നേരത്തെ വന്ന ചേച്ചിമാർ അവിടെ സർഫ് ചെയ്യാൻ നോക്കിയാൽ സർഫ് ചെയ്യുമ്പോഴില്ലേ ഈ തിരമാലടിക്കുമ്പോൾ അവിടെ ഒരു റെയിൻബോ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിൻബോ ഉണ്ട് അവിടെ. ഊഹ്, എന്തിട്ട ബ്യൂട്ടി. അവിടെ ഒരു 50 അടി താഴ്ചയിലും കാണും. 50 അടി താഴ്ച ഉണ്ടാവും അല്ലേ. അവരുടെ ലൈഫ് ഗാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഡാണ്. ആ പാഡ് ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പൊന്തി നിൽക്കാട്ടാ. ഒപ്പം ധൈര്യം വേണം കേട്ടോ. പാനിക്കായി പോയി. അതാണ് മുടി നോക്കിയേ. അമ്പോ അലക്കണ്ട. എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഒരു ബസ്സം കണ്ട നിങ്ങൾ പോവും. ഇതാ പോയാള് പോയി മുങ്ങി പോയി. ആളെ കാണല്ലേട്ടാ. വന്നു പൊന്തി. ഇവിടെ നിന്നൊരു പരിപാടി. ഇവിടെ ഫിഷിംഗ് ആണല്ലോ വിത്ത് വീഡിയോ കേട്ടോ. Ambo, hi man, how are you? Hey man, I'm fishing man. Yeah, great. Alpata on YouTube man. Yeah. Alpata. Yeah, he's on YouTube, yeah. ഓ, ഇത് ഭയങ്കര മീനാണല്ലോ അല്ലേ. ഷീപ്പേഡ് എന്ന് പറയും. Fishing Sheephead, adventures. ഇപ്പം ഇന്നാളേക്ക് കിട്ടിയിട്ടില്ല അവൻ. ഷീപ്പേഡ് അമ്പോ കടയുണ്ട് നിർത്താന്നുള്ളത്. അതില് കടയുണ്ടോ? അതിനോട് ഗോപ്രോ അടിക്കണതിൻ്റെ ഉള്ളു. അത് കലകി. ചെക്കൻ ഇവിടെ നിന്നത് 3 എണ്ണം വെച്ചിട്ട് അല്ല കേട്ടാ. What's your channel man? Travelista by Sandos. Travelista. Travelista. Travelista by Sandos. Sandos like the Yeah. resorts. Yeah. Oats. What's your name? Alpata. Alpata. Fishing adventures with Alpata. Okay, perfect. Yeah. ഇവരൊക്കെ കടയിൽ കയറണോ? അവര് കട വരുന്നത് ഇവര് എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് ഫിഷിങ്ങിൻ്റെ ആൾക്കാർ ഇരിക്കണ്ടാ. എല്ലാവരും റോഡ് വന്നിട്ടല്ലോ. റോഡിനൊക്കെ ജമ്പുറട്ട സാധനങ്ങളായിരിക്കട്ടെ മൊത്തം. എല്ലാം 200-300 ആളുന്ന റോഡുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല സ്കൂളിൽ വരുന്നിരിക്കുന്ന പോലെ. നോക്കിയാൽ സിമ്പിൾ കേസാട്ടാ. എല്ലാവരും ഫിഷിങ്ങിൻ്റെ തിരക്കിലാട്ടോ. ഇവിടെ ഫുൾ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കണത്. ജാതി മത കറുപ്പ് വെളുപ്പുന്നൊരു ഒരു ഭേദമില്ലാണ്ട് അലക്കണേട്ടാ. സമാധാനത്തിൻ്റെ ഈ വെള്ളരിപ്രാവുന്ന കേസ് പറഞ്ഞ പോലെ കേട്ടോ. എല്ലാവർക്കും ക്ഷമ വേണം. ഫിഷിങ്ങിന് ഏറ്റവും വേണ്ട സാധനം എന്താണെന്നറിയോ? ക്ഷമാട്ടാ. ആ തരണ്ട്. അതിൻ്റെ വാലുകൊണ്ട് ഒരു അടി കിട്ടിയുണ്ടല്ലോ അമ്മാമേ. കുമ്പിടാൻ പോലും പറ്റില്ല അമ്മാമയ്ക്ക്. അലക്കണ്ട കിട്ടല് കണ്ട മോനെ. കട്ട് ചെയ്തിട്ട് കേട്ടാ. ചെറിയ വാലാണ് കേട്ടോ. പിന്നെ അല്ലേ കണ്ണ് കാണുമ്പോൾ പേടിയാ കേട്ടോ. നമ്മുടെ ഭൂമിയിൽ ഓരോ ജീവികളുണ്ടല്ലോ. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാവട്ടാ നമുക്ക് മനസ്സിലാവാം ലോകം എത്ര വലുതാന്നുള്ള കാര്യം. ഓരോ സ്ഥലത്തെത്തുമ്പോഴില്ലേ ഓരോ മൂഡ് കിട്ടും നമുക്ക് ഇവരെ കണ്ണിൽ നിന്ന്. ഓരോ ചെറിയൊരു ഉറുമ്പിൻ്റെ കണ്ണിൽ നിന്നാണെങ്കിലേ നമ്മൾ പേടിക്കും ചിലപ്പോൾ. ഞാൻ എന്തായാലും പേടിക്കൂട്ടാ. നൈസ് ഫ്രെയിമാണല്ലോ ഇവിടെ. കലക്ക ഫ്രെയിം. തിരിച്ചിട്ടാണോ? എന്താ ആവശ്യമില്ല ആൾക്ക്? കഴിക്കില്ല അല്ലേ? തിരിച്ചിടാൻ തിരിച്ചിടാട്ടാ. അങ്ങനെ നടക്കണ്ട പ്രോസസ്സിങ്. പോയി മീൻ പിടിക്കണ്ട. ചെറിയ മീൻ പിടിക്കണ്ടവര് കലക്കി. ആൾക്കാരെ കോസ്റ്റ്യൂം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഓരോ ഫ്രെയിം വയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖം ഉണ്ട് കേട്ടോ. വേറെ കാര്യം ആ ചെറിയ ദിവസം വരും. ഓ അടിപൊളി.
ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുക, ഒരാൾക്കും ഒരു സ്വഭാവം തന്നെ അടുത്ത ആൾ കിട്ടില്ല. എല്ലാവർക്കും വേറെ ഓരോ സ്വഭാവം. ഈവൺ ഇരട്ട കുട്ടികൾക്ക് വരെ അങ്ങനെ കേട്ടോ. എന്തായാലും ലോകത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ടിങ് 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 ടിങ്. നമ്മളിപ്പോൾ കോപ്പറേറ്റ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ കയറണം, ക്രാബ് വെക്കണ ഷോപ്പിലേക്ക്. ടിങ് ടിങ്. ഷോപ്പത്തിൽ തറവാടി കേട്ടോ. ഹലോ, താങ്ക് യു. തറവാടി ഷോപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാപ്പി കുടിക്കാണ്ട് പോവില്ല കേട്ടോ. ക്രാബ് എവിടെ വിൽക്കണ ചേട്ടാ? ക്രാബ് ഓർഡർ ചെയ്യണോ? തിന്നാണ് കിട്ടണല്ലോ, മേടിക്കാനില്ലല്ലേ? ആ, അത് ഞാനിപ്പോൾ അറിഞ്ഞേട്ടാ. വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ക്രാബ് വിൽക്കണ ഷോപ്പാന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തേട്ടാ, എല്ലാവരും ക്ഷമിക്കണം. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ കാഴ്ചയുണ്ടല്ലോ. $1 മില്യൺ അല്ലെങ്കിലും ഒരു 100 രൂപ എങ്ങനെ പോലും ഒരു കൂട്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നിന്ന് ചേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് പറയണ്ട. ക്രാബ് ഐറ്റംസ് മൊത്തം നിൽക്കണേട്ടാ. നോക്കിയാൽ എൻ്റെ പൊന്നോ, ക്രാബ് ഐറ്റംസിൻ്റെ കളർ ഫുള്ള് നോക്കി നിങ്ങൾ. സാധനങ്ങൾ കേട്ടോ, ഫുള്ള് ക്രാബും പരിപാടികളും ഫിഷൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ജോസ് ഫേമസ് ബോയിൽസ് ആണ് പണിയെടുക്കണം കേട്ടോ. എന്തൊരു ഡ്രിങ്ക് പറഞ്ഞു നമ്മൾ ഷാർക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഷാർക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ ഡ്രിങ്ക് നമുക്ക് കഴിച്ചിരിക്കണം എന്ന് പറയണ്ട ഇവിടെ വരുമ്പോൾ. അപ്പൊ ഷാർക്ക് ബൈറ്റ് ഡ്രിങ്ക് പറഞ്ഞൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് അടിക്കാൻ പോണത്. ഹലോ, നോൺ ആൽക്കഹോളിക് ആണ് കേട്ടത്. ഷാർക്ക് വെള്ളത്തിൽ മുങ്ങി പോയി ഇതിന്റെ ഉള്ളിൽ നിന്ന് സാധനം വീണോട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? ഓരോ ബിസിനസ് ഐഡിയകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ ഷാർക്ക് ബൈറ്റ് ഡ്രിങ്ക് കേട്ടോ, നോൺ ആൽക്കഹോളിക് ആണ്. കയ്പുണ്ടാ. ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടാ. വേറെ നമ്മുടെ കപ്പിത്താനിൽ സ്റ്റാൻഡ് ബൈ വെക്കുക. അതൊരു ഷോർട്ടർ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതിനുള്ള നമ്മൾ നോൺ ആൽക്കഹോളിക്ക് മേടിച്ചത്. ഇതിനുള്ള വേണമെങ്കിൽ ആൽക്കഹോളും വേണമെങ്കിൽ ഒഴിക്കാം അല്ലേ? നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം പിള്ളേരെ കളിപ്പിക്കാനായിട്ട്. ആംബ്രോസ് വരുന്നുണ്ടോ നിനക്ക്? നമ്മുടെ കക്ക വന്നോട്ടാ. നോക്കിയേ, ഇത് പ്രോസസ് ചെയ്ത കക്കയാണ്. അമ്പോ, ഇത് കലകി. ഇത് സോസൊക്കെ മിക്സ് ആണെന്നുള്ളതില് എക്സ്ട്രീംലി ഹോട്ടാന്ന് പറഞ്ഞാ. ഇതൊരു സാൻഡ്വിച്ച് മൂഡ് അല്ലേ? ഇതും ക്രാബ് ഐറ്റംസ് ഒക്കെ ആണല്ലോ. താങ്ക് യു ഗായ്. ഓ, അത് കലക്കിട്ടാ. ആദ്യമായിട്ട് സീ ഫുഡ് ഇങ്ങനെ ഇത്രയ്ക്ക് ചൂടുള്ള പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടോ. ഭയങ്കര ചൂടാട്ടാ, തൊടാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബ്രെഡ് ഉണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ നാരങ്ങ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ പിഴിഞ്ഞാണ്ടല്ലോ വേറെ ലോകത്തേക്ക് പോകുന്നാണ് പറയണേട്ടാ. നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടല്ലോ. ഡേറ്റോണ വേറെ മൂടായിട്ട് നമുക്ക് അല്ലേ? അത് കലക്കി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ സാധനങ്ങൾ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കും. കക്കയാണ് നമ്മുടെ. അതിൻ്റെ ഉള്ളിൽ കുറെ ഫോം ഉണ്ട് അതിൻ്റെ ഉള്ളിട്ടാ. കുറെ ഇലക്കറി കുറെ ചീര ഐറ്റംസ് എല്ലാം അതിൻ്റെ ഉള്ളുണ്ട്. ആ സാധനം നമ്മൾ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ടേ. ഓ, അത് മുറ്റിട്ടോ. അത് മുറ്റ് സാധനം കേട്ടോ. സാധനം ഇങ്ങനെ പിടിക്കണു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ജ്യൂസി മൂഡ് വരുന്നു. വാവ്, ചുണ്ട് വെച്ച് കഴിക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ സാധാരണ നമ്മൾ ഈമ്പി തിന്നാറില്ലേ, അത് പറ്റില്ലട്ടാ. ക്ഷമ വേണം. ക്ഷമ ആട്ടെ സൂപ്പിന്റെ ഫലാട്ടാ. അതിൻ്റെ ഉള്ളേ വേറെ ക്രിസ്പ്രസ് ഉണ്ടെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടോ? ബ്രെഡ് പൊരിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ പതുക്കെ ഇതിലിടണു. പൊരിഞ്ഞിട്ടോ വെറൈറ്റി. ഇതിന്റെ ഇടന്ന് ക്യാമറ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരൻ നമുക്ക് മറ്റേ ഹോസ്പിറ്റാലിറ്റി ആണല്ലോ. ക്യാമറ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആളതൊക്കെ ചെയ്യും. ക്യാമറ ഉണ്ട്, അപ്പുറത്ത് വർക്കിംഗ് നടക്കണമെന്നുള്ള അറിയില്ലട്ടാ. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ക്ഷമിക്കണം. ആളിങ്ങനെ ആ ഒരു ഭാഗം ഭംഗിയാക്കാൻ വേണ്ടിട്ട് ചെയ്യണതാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ വീഡിയോയിൽ വരണം, വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെയാണല്ലോ. അപ്പൊ രണ്ട് ചിന്താഗതിയിൽ പോണതേ. താങ്ക് യു. നമ്മുടെ നാട്ടില് ടേസ്റ്റ് കിട്ടുമോ? ഇല്ല, ഇതിലുള്ള അവരെന്തോ മിക്സിങ് കൊടുത്തിട്ടുണ്ടോ? അതാണ് അല്ലേ അവരുടെ മെയിൻ പരിപാടിയാണ്. ഇവിടെ ഒരു ഓയിസ്റ്റർ പബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഓയിസ്റ്റർ മാത്രം ഒരു 25 വെറൈറ്റി ഓയിസ്റ്റർ കിട്ടും.
നമുക്ക് എല്ലാം ഒരു 6 വെച്ച് മേടിക്കാം. എന്നിട്ട് അതിന് നമുക്ക് വേണം അവിടെ ഒന്ന് കേറിയിട്ട് ഒരു ഇത് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ആ ഓയിസ്റ്റർ കൊണ്ട് ഒരു ബൊഫെ, ഓയിസ്റ്റർ ബൊഫെ. നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഈ സാധനം ഫോട്ടോ എടുത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. അതിന് പേര് ചേട്ടനോട് ചോദിക്കേണ്ടി വരും. ഈ സാധനം മേടിച്ച് ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ മേടിച്ച് വെച്ചോളാം. മസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് 2 സ്രാവന് കിട്ടിയിട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? വെയിൽ കൂടിയിട്ടാണ് നമുക്ക് വന്നതേക്കാളും ഫുള്ള് സ്കൈ അടിപൊളിയായിട്ടപ്പോൾ സ്നോർക്കലിംഗ് ഇപ്പോൾ അവിടെ സ്നോർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ. എന്തായാലും 2 ഷാർക്കിനെ കിട്ടി നമുക്ക്. ആൾക്കാർ ഇങ്ങനെ നിൽക്കാട്ടാ. നമ്മൾ തിരിച്ചെത്തിയിട്ടാ. നമ്മളിനി നമ്മുടെ അടുത്ത ലെവലിൽ പിടിക്കാൻ പോകണം. തുടങ്ങാം നമുക്ക് പരിപാടി. നമ്മുടെ അടുത്ത തേരോട്ടാണീ. അപ്പോൾ നമ്മൾ ഇതേ ഒരു ഷാർക്കിനെ നോക്കിയാൽ നമ്മൾ ഓട്ടോമാളിലേക്ക് പോകണ വഴിക്കുണ്ടല്ലോ. ഇവിടെ ഷാർക്ക് ഇല്ലാണ്ട് ഫ്ലോറിഡ ഇല്ല കേട്ടോ. ഡേറ്റോണ ബീച്ചില്ല. അതുകൊണ്ടാ നമ്മൾ നേരെ ഇനി നമ്മുടെ ഓട്ടോമാൾ കാണാൻ പോട്ടാ. ഓ വേറൊരു സുഖം കേട്ടോ. നമ്മൾ വെയിലത്തിരുന്നിട്ടില്ലല്ലോ. ഇന്നലെ വെയിലധികം ഉണ്ടാകുന്നില്ല. ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും ഓട്ടോമാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം നമ്മൾ. ഫുൾ ആൾക്കാർ ഇറങ്ങി തുടങ്ങണല്ലോ വൈകിട്ട്. അതോട് കൂടിയിട്ടാണ് ബീച്ചൊക്കെ നല്ല ശക്തി പ്രാപിക്കലുണ്ടോ. അതുകൊണ്ട് അടുത്ത ലൈറ്റ് ആണ് മെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ്. അവിടെയാണ് നമ്മുടെ ബൈക്ക് വീക്ക് നടക്കുന്നത്. അതിപ്പോ എം ടി ആയിരിക്കും. ബൈക്ക് വീക്ക് ലോകത്തിലെ എല്ലാ ബൈക്കുകളും വരും. എല്ലാ ലോകത്തുനിന്ന് ആൾക്കാർ വരും. ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ട്രീറ്റ് മൊത്തം ബൈക്കുകള് മറ്റേ ന്യൂസിലാൻഡ് മൊത്തം ബൈക്ക് കൊണ്ടറിയും. ഒരു കുറഞ്ഞ ഒരു 5 ലക്ഷം ബൈക്കെങ്കിലും വരും. ഈ ഡേറ്റോണയില് വരണ ഈ പറഞ്ഞ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പരിപാടി. പിന്നെ ചേച്ചിമാര് മറ്റേ വണ്ടി കഴുകണത് ബിക്കിനൊക്കെ ഇട്ടിട്ട്. അത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ സ്ട്രീറ്റില്ലേ? ബൈക്കിന് വേണ്ടി മാത്രമുള്ള സ്ട്രീറ്റ്. ഇതാണ് ആ സ്ട്രീറ്റില്ല. ഇതിപ്പോ ആരും ഇല്ല കേട്ടോ. പക്ഷെ നമ്മള് അത് ഏത് മാസത്തിൽ നടക്കണേ? അത് മാർച്ചിലും ഒക്ടോബറിലാണ്. റീൽസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനെ പറ്റിയിട്ടോ ഭയങ്കര ഹെവി പരിപാടിയാണ്. നിങ്ങൾ അമേരിക്കയിലെ ആൾക്കാർക്ക് അറിയാം. പക്ഷെ നാട്ടിലുള്ള ആൾക്കാർക്ക് ബൈക്ക് ഭ്രാന്തന്മാർക്കൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് അത്. കൂടാതെ തന്നെ 1 മില്യൺ 2 മില്യൺ ഒക്കെ വിലയുള്ള ബൈക്കുകളാണ് അവിടെ വരുന്നത് അന്നത്തെ ദിവസം അല്ലേ? എല്ലാ എക്സ്പെൻസീവ് ബൈക്കുകളും വരില്ല അവിടെ. എല്ലാ ടൈപ്പ് ബൈക്കുകളും വരും. അത് ട്രേഡിങ്, ബൈക്ക് റേസ്. ഞാൻ പറഞ്ഞ ഒരു 5 ലക്ഷം ആൾക്കാരിലും പരിപാടിക്ക് ഉണ്ടാവില്ലേ? ബൈക്ക് കൊണ്ട് മാത്രം വരും. അത് ഡേറ്റോണിൽ മാത്രം, അമേരിക്കയിലെ ഡേറ്റോണിൽ മാത്രം നടക്കുന്ന പരിപാടി കേട്ടോ. ഇതാണ്ടാ ഹിൽട്ടൺ ഹോട്ടലിൽ നമ്മൾ ആ ഡിഗ്രി ഇതിൽ പോണ പോലെ കേട്ടോ. എൻ്റെ പൊന്നോ കേട്ടോ. നിങ്ങളാരെങ്കിലും ബൈക്ക് ഭ്രാന്തന്മാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബൈക്ക് വീക്കിൽ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയാട്ടോ. അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ദുബായിക്കാർക്കൊക്കെ ഇത്തിരി ഈസിയാന്ന് പറഞ്ഞോ വിസ കിട്ടാനും പരിപാടിയൊക്കെ. ഹിൽട്ടൻ്റെ ഉള്ളിൽ കയറുന്ന ഭാഗമാണ് ഇത് കാണുന്നത്. ഷോ എന്തോരം ഏരിയ ആണല്ലേ. ഇവിടെ വരെ ഉണ്ടെന്നുള്ള ഹിൽട്ടൺ. ഇവിടെ വരെയാണ് ഹിൽട്ടൺ ഉള്ളതാ. അടിപൊളി. എല്ലാവരും നമ്മള് പോകുമ്പോ നോക്കാട്ടാ. അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളൊരു അറ്റൻഷൻ കിട്ടാന്ന് പറയല്ലേ. ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു ഗുണം കേട്ടാ. അല്ല എപ്പോഴും അങ്ങനെയല്ലേ? ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ഭയങ്കര അറ്റൻഷനാണ്. ഈ വണ്ടി പോകുമ്പോ ഓ വാ എന്നൊക്കെ പറയില്ല ആ സാധനം കേട്ടാ. എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. വെൽക്കം ടു ഡേറ്റോണ. ഡേറ്റോണയിൽ കിട്ടുന്ന സുഖം മയാമിയിൽ കിട്ടുമെന്ന് അറിയില്ല. മയാമിയിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് കാണാനുള്ളത്? മയാമിയിൽ സൗത്ത് ബീച്ച് ക്ലബ്ബ് കാര്യങ്ങൾ അതൊക്കെയാണ് മെയിനായിട്ട്. നമ്മളൊരു തീരുമാനത്തിലേക്ക് എന്തൊരു എടുക്കാന്ന് അറിയില്ല. ലിൻഡേട്ടൻ പറയണത് കീ വെസ്റ്റ് പോകുമ്പോൾ നമുക്കൊരു 3-4 വണ്ടി ആയിട്ട് പോകാന്നാണ് ലിൻഡേട്ടൻ പറയണത്. അപ്പോൾ ഈ തവണ ഇവർക്ക് നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ്, കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടല്ലോ ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കണം. അപ്പോൾ നമ്മൾ അടുത്ത തവണ കീ വെസ്റ്റ് അടിച്ചാലും നിങ്ങൾ ആലോചിക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കീ വെസ്റ്റ് വിടാം. ഈ തവണ നമുക്കൊന്ന് ഒഴിവാക്കാമല്ലോ. അപ്പോൾ കീ വെസ്റ്റ് നമുക്ക് ഒരു 10-15 വണ്ടി ഒരുമിച്ച് നമുക്കൊരു ഗ്രൂപ്പായിട്ട് വിടാം. ഒരു ടീമായിട്ട് വിടാം. അപ്പോൾ ഈ തവണ നമ്മൾ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. എന്താ വെച്ചാൽ കുറേ ആൾക്കാരായിട്ട് കീ വെസ്റ്റ് പോകുമ്പോഴുണ്ടല്ലോ ഭയങ്കര ആംബിയൻസ് ആണ്. അപ്പോൾ അത് കാരണം ഈ തവണ നമ്മൾ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമ്മൾ അമേരിക്കയിൽ ബാക്കി വെക്കേണ്ടത്. നമ്മൾ അമേരിക്കത്തെ എല്ലാ സ്റ്റേറ്റ് അടിക്കണോടൊപ്പം തന്നെ എല്ലാം തീർത്ത് പോകുമ്പോൾ സുഖമില്ലല്ലോ. അപ്പോൾ കീ വെസ്റ്റ് ലിൻഡേട്ടൻ പറയണോ ഗ്രൂപ്പായിട്ട് 5-10 വണ്ടി ആയിട്ട് പോകാന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇതാണ് നൈറ്റ് ലൈഫ്. ഇതാണ് മെയിൻ ക്ലബ്ബ്. ഓക്കെ, ചെറുപ്പകാലം മുതൽ വന്നുകൊണ്ടിരുന്ന ക്ലബ്ബുകളാണ് ഞാൻ പറഞ്ഞ ഓയിസ്റ്റർ പബ്. ഇവിടെയാണ് മറ്റേ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഓയിസ്റ്റർ ഇരിക്കുന്നത്. ജെന്റിൽമാൻ ക്ലബ്ബ് ഒരുപാട് ഓർമ്മകളുണ്ടാവില്ല ഇവിടെ. അത് വേറെ ജെന്റിൽമാൻ ക്ലബ്ബ്. ജെന്റിൽമാൻ മാത്രമല്ല കേട്ടാ, ജെന്റിൽ കേളില്ല കേട്ടാ. ജെന്റിൽമാൻ മാത്രമുള്ള കളികൾ മാത്രമല്ലോ. ഹുക്ക ഷോപ്പുകളാണ്. നൈറ്റിലെ ഓൺ ആവത്തുള്ളൂ. ലവ് ജെന്റിൽമാൻ ക്ലബ്ബ്. ഇത്
വേറെ ലോലിപോപ്പ് ജെന്റിൽമാൻ ക്ലബ്ബാണ്. ഈ ജെന്റിൽമാൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ. എന്തൊരു ജെന്റിൽമാൻ ക്ലബ്ബ്? സ്ട്രിപ്പ് ക്ലബ്ബാണ്. സ്ട്രിപ്പ് ആണല്ലേ? അപ്പോൾ മറ്റേ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റുന്നത് 21 വയസ്സ് തന്നെ അപ്പാണ്. പക്ഷെ അങ്ങ് അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിന്റെ നടക്കൊണ്ട് അവർ പോലീസ് സ്റ്റേഷൻ ഡീറ്റാണ് ബീച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഇവിടെ നിന്ന് ഈ സാധനം കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഏതാ ജെന്റിൽസ്മാൻ ക്ലബ്ബ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചേട്ടാ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തൊള്ള വീഴോ തിരിച്ചോ അപ്പളിക്കുന്നേ വീണുട്ടാ. വണ്ടി വന്നു അല്ലകാൻ പറ്റില്ല. അപ്പോൾ സ്ട്രിപ്പ് ക്ലബിനെ ജെന്റിൽമാൻസ് ക്ലബ്ബ് എന്നാണ് പറയണേട്ടാ. സ്ട്രിപ്പ് ക്ലബിനെ അത് ഞാനിവിടെ ഇത്ര നാൾ നടന്നിട്ട് അങ്ങനത്തെ ഒരു ആശയം ഇപ്പോഴാണ് തോന്നിയേട്ടാ. ഇത്ര നാൾ നമ്മൾ കണ്ടിട്ടില്ല. ജെന്റിൽമാൻസ് മാത്രമല്ല ഇവിടെ പോകത്തുള്ളൂ. അങ്ങോട്ട് പോവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാനാട്ടോ. പെണ്ണ് പിടിക്കാൻ അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ മൂഡല്ല. നമ്മൾ കള്ളു പിടിക്കുന്ന എൻജോയ്മെന്റ് മൂഡിലേക്കാണ് അത് കൊണ്ടുപോകണം കേട്ടോ. എന്തായാലും പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഈ ഒരു ഏരിയ അല്ലേ. രാത്രി 10 മണി കഴിഞ്ഞാൽ ഓണാവുള്ളൂ. 8 മണി തൊട്ട് ഓണാവും. 3 മണി വരെ അല്ലേ? അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജെന്റിൽമാൻ ക്ലബ്ബ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ക്ലബിന്റെ ഏരിയകളാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാ ക്ലബ്ബും 509 ക്ലബ്ബ്. ഇതും ഒരു ജെന്റിൽമാനാട്ടോ. നോക്കിയാ ജ്വല്ലറിന്റെ ഇടയിൽ കൊണ്ടു വെച്ചു. രാത്രി അടിച്ച് മീറ്റർ ആയിരിക്കുമ്പോൾ തോന്നി ഗേൾ ഫ്രണ്ടിന് ഒരു ജ്വല്ലറി മേടിച്ചു കൊടുത്താലോ. അത് ബിസിനസിന്റെ ആവശ്യത്തിന് പൈസ ഇത് ബാങ്ക് ആണല്ലേ? വെൽസ് ഫാർഗോ. അവിടെ ചെലവാക്കാം. ഒരു തരം ഗാംബ്ലിങ് അല്ലേ? സ്ട്രീറ്റ് ഫുള്ള് കളർഫുള്ളാന്ന് നോക്കിയാൽ മൾട്ടിപ്പിൾ കളറിൽ ഇങ്ങനെ മുങ്ങി നിൽക്കാട്ടാ. ഒരു സുഖം കാണുമ്പോൾ. നമ്മളാ പാലത്തിലേക്കാണ് കയറാൻ പോണത്. നമ്മൾ വന്ന പാലല്ല, നമ്മൾ 5 പാലം ഒരുമിച്ചാന്നുള്ളത്. ഇത് ഒറ്റ അങ്ങോട്ട് മാത്രമല്ലോ, അല്ലെങ്കിൽ ഇല്ല. ഓക്കെ നല്ല ഹൈറ്റിലായിട്ടിരിക്കണ്ട ആ പാലം. അടി കൂടെ കപ്പൽ പോണായിരുന്നേ. ഇതൊക്കെ ജെന്റിൽമാൻ ക്ലബ്ബാണോ? അതല്ല, ഇത് ബാർബർ ഷോപ്പാണോ? പറഞ്ഞ പോലെ എൻ്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു എൻ്റെ ചേട്ടാ. മുടി അധികം ഉണ്ടായിട്ടില്ല, അതായാലും മതി. മുടി അധികം നമുക്ക് ഇല്ല, അത് കാരണമായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ ഒരു കൊച്ചി സ്റ്റൈലായിട്ട് അങ്ങനെ നോക്കുമ്പോഴേ ഒരു കൊച്ചി മൂഡ് ഈ ബിൽഡിങ് കാണുമ്പോൾ. സ്ട്രീറ്റ് കാണിച്ചല്ലോ ബൈക്ക് വീക്കെന്ന് പറഞ്ഞത്. അത് മൊത്തം വെളുമ്പറ ഏരിയ ആണ്. ഇത് കറമ്പറ ബൈക്ക് വീക്കിംഗ്. ഈ സ്ട്രീറ്റ് മൊത്തം ഡെഡ് ആണ്. ഇത് മൊത്തം ഡെഡ് ആണ് ബൈക്ക് വീക്കിന്. ഇവിടെ മൊത്തം കറമ്പര ആഫ്രിക്കന്നായിരിക്കും സാധനം. അമേരിക്കൻസ് അല്ല, പല രാജ്യങ്ങളിൽ നിന്ന് വരല്ലോ. പക്ഷെ മെയിൻ ആയിട്ട് ഇപ്പൊ കറമ്പര ഏരിയ ആണ്. പൊതുവെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണരുതല്ലോ. അതെ, വെളുമ്പര ഏരിയ നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ കറമ്പര ഏരിയ വരുമ്പോ ആർട്ട് വരട്ടാ. ഈ ഒരു സ്ട്രീറ്റ് മൊത്തം ഈ ബൈക്ക് വീക്കില് ഫുള്ള് കറമ്പര ഹെവി സാധനം. നമ്മളൊരു കളറ് മാറ്റി പറയണമെന്നില്ലാട്ടാ. ഇവർ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു വൈറ്റ് സ്ട്രീറ്റും ബ്ലാക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് പോലെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മളിത് കറമ്പര ഏരിയയിൽ പള്ളിയെ കണ്ട് പോകട്ടെ നമ്മൾ പതുക്കെ. അതാണ് ഇത് മൊത്തം ഡെഡ് ആണ്. പക്ഷെ ആ സമയത്ത് ഫുള്ള് ബിസി ആയിരിക്കും. വേറെ ബിസി ആയിരിക്കും. ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കണ്ടോ ഇവിടെ പടവത്തി നോക്കിയാൽ. കറമ്പര അവിടെ എത്തിക്കുമ്പോ ആൾക്കാർ കൈ കാണിക്കണല്ലോ. കടയുടെ ബാക്കിലാണ്. കറമ്പര അങ്ങാടിയിലാണ് കച്ചവടം ചെയ്യണേ. ചിന്തിക്കാൻ പറ്റും. നമ്മുടെ കപ്പിത്താൻ എടുക്കണോട്ടോ. ചെക്ക സേഫ് ആട്ടോ. കറമ്പര ഏരിയയിലൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ്റെ ലെവല് വേറെയാണ് അല്ലേ? എവിടെ നിന്നാലും പിന്നെ കാണാൻ പറ്റും മഞ്ഞ കളറായ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിൻ്റെ പമ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ബീച്ചിൽ നിന്ന് നേരെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു വണ്ടി. ഗൺ ഷോപ്പാണ്. ഗൺ ഷോപ്പാ? ഓക്കെ. ഗണ്ണ് കാണാൻ പറ്റും നമുക്ക്. ബക്സ് ഗൺ ട്രാക്ക് ഉണ്ട്. അത് കണ്ട ഗണ്ണ് വിൽക്കണ കടയാണ് കാണുന്നത്. ഗണ്ണിൻ്റെ നേരെ മുമ്പിലാണ് ലില്ലയുടെ കച്ചവടം. ലില്ലാണ്ട് പമ്പ് കേട്ടോ. ഓ, കപ്പി തന്നെ എയറൊന്ന് ചെക്കണായിരുന്നു. കറമ്പരയിൽ നമ്മളില്ലേ ഡാർക്ക് എത്ര കളികളോട്ടാ. ഡാർക്ക് വിട്ടൊരു കളി ഉണ്ടാവില്ല. Pedro, what time are you coming? So I ain't come yet because I forgot all my tools at home. I come tomorrow. No, they start coming today evening. ഇവന്റിൽ പോക്കുണ്ടോ അവിടെ? ഈശോ ചേട്ടാ വെടിവെക്കില്ലട്ടാ. വെടിവെക്കില്ലേ. They got bullets in it. Bullet inside? Hold it. You can hold it. Lock it. Safety. Put a safety on it.
തോക്ക് അത് ഈ സാധനം ഊരിട്ടാ ഇവിടെ എല്ലാവർക്കും തോക്ക് കയറിയ ഇതിങ്ങനെ നമുക്ക് ഞെക്കി കഴിഞ്ഞാണ്ടല്ലോ സൗണ്ട് മാത്രം വരലോട്ടാ. ഓ ഇതെല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ. പിന്നെ എല്ലാവർക്കും കയറിയാലോ. ഷോ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ചക്കട്ടമുക്കട്ട് ഉണ്ടായി വെക്കില്ല വെടി. ഇവനാണ് കേരളത്തിലേക്ക് കൊണ്ടുപോയേ? ഇവനല്ല മറ്റവനെ. വേറെ ഒത്തിരി നല്ല കണ്ട് കേരളത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. ഇവര് ഒന്ന് വെച്ച് രണ്ടാമതൊരു വെടിയാണോ അതോ അലമ്പാണോ ഒന്നൊരു അവസ്ഥ? സേഫ്റ്റിക്ക് എന്തായാലും അവനെ മേത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടി അവന്റെ വെടിച്ചാൽ അവൻ തിരിച്ചു വെടിക്കും. വെടി വയ്ക്കും. അവൻ വെടി വെച്ച് കഴിഞ്ഞാൽ ചത്ത കഴിഞ്ഞാൽ ഇതേണ്ട ഗാർബേജിലോട്ട് എടുത്തിട്ടാണ്. ഹലോ അത് കാത്തറിൻ. ആ ഇന്നേട്ടാ ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. ലൈസൻസ് ഉണ്ടല്ലോ ഇത് ക്യാരി ചെയ്യാനായിട്ട്? വേണ്ട, ലൈസൻസ് വേണ്ട, നമുക്ക് ID മാത്രം മതി. ID ഉണ്ടായാൽ മതി. നിയമമാണ്, ആർക്കും കണ്ണ് ക്യാരി ചെയ്യാം. ആർക്കും കണ്ണ് ക്യാരി ചെയ്യാം. ആ ID മതി. പക്ഷെ നമ്മള് ഒരു എന്താ നമ്മളൊരു ക്രിമിനലോ കാര്യങ്ങളോ ആയിരിക്കരുത്. നമ്മൾ ക്രിമിനലാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ പേരിലൊരു കേസ് കാര്യങ്ങളിൽ നമുക്ക് എനിക്ക് കണ്ണുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് കണ്ണ്? അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ആവശ്യം വന്ന് ഉപയോഗിച്ചാൽ റിയലി ഇതണ്ട അവളേലും കണ്ണുണ്ട് കേട്ടോ. നോക്കിയാ Don't take it out there. നോ ഈശോ Straight pull the trigger. ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിയുണ്ടോ. ചെറിയ കണ്ണാണ് പക്ഷെ അരയിൽ വെച്ചിട്ടുണ്ട് അവള്. യു ലുക്ക് ലൈക്ക് ഇന്ത്യൻ. യു ആർ ഗ്രേറ്റ് പാരന്റ്സ് ഫ്രം യു ബേസിക്കലി ഫ്രം ട്രിനിഡാഡ് ഓർ ഗയാന? ട്രിനിഡാഡ്. ഓക്കെ എല്ലാവരും ഇവിടെ കണ്ണാട്ടോ. ഓക്കെ താങ്ക് യു. പാണ്ടി പറയാണ്ടോ. എനി ടൈം വി ക്യാൻ യൂസ് റൈറ്റ്. ഇവിടെ അങ്ങനെ ഡേഞ്ചർ മൂഡ് വരാറുണ്ടല്ലേ? ഡേഞ്ചർ മോഡ് വരുന്നത് എല്ലാവരുടെ സേഫ്റ്റി അല്ലേ. ഇപ്പം ഞാനും കടയിൽ വെച്ചിട്ടുണ്ട്, ഞാനത് വണ്ടി ക്യാരി ചെയ്യാറില്ലെന്നേ ഉള്ളൂ. എംപ്ലോയീസ് എല്ലാം ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് വിടാം, നമ്മുടെ സ്ട്രീറ്റിലേക്ക് വിടാം അല്ലേ? ഓട്ടോമാൾ 4 o'clock. ഷാപ്പ് മാൻ. താങ്ക് യു. Drive safe. Buckle up, man. പാണ്ടി പറയണ്ടോ. താങ്ക് യു. ഭയങ്കര പരിപാടിയാണല്ലോ ഇവിടെ. എല്ലാവർക്കും സേഫ് തന്നെയാണ്. സേഫ്റ്റി വിട്ടൊരു കളിയില്ലട്ടാ. ഇത് നമുക്ക് പേടിയാണ് അവിടെ. എല്ലാവരും കയ്യിൽ തോക്കാം. ഇന്ത്യ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിക്കില്ല. അമേരിക്കയിൽ വന്ന ആകെയുള്ളൊരു പേടി ഇതാണ് കേട്ടോ. നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നീ ആരുടെ നെഞ്ചത്തേക്ക് നോക്കിയിട്ട് വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞാണല്ലോ വെടി പൊട്ടുട്ടാ. ചക്കവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഷോ കാണുമ്പോൾ പേടി ചെയ്യണേട്ടാ. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന സ്റ്റേഡിയമാണ് കണ്ടത്, ഡേറ്റോണ നമ്മുടെ മെയിൻ സ്റ്റേഡിയം. നമ്മൾ ഇന്നലെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? ഈ വീഡിയോ കാണാത്തവരെന്തെങ്കിലും കണ്ടോളൂ. അപ്പോൾ ഡേറ്റോണ ബീച്ചിലേക്ക് വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോമാൾ എന്നുള്ള പരിപാടി ഇല്ലാണ്. നോക്കിയാൽ നിങ്ങൾ കണ്ട 17 ബ്രാൻഡ് കണ്ട ഓട്ടോമാൾ. ഡീറ്റോണ ഓട്ടോമാളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. 17 ബ്രാൻഡ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം. ഇതിൻ്റെ തേരോട്ടം തുടങ്ങണം നമ്മളിപ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോഴേ ഇവിടെ റൈറ്റ് സൈഡ് തൊട്ട് നമുക്ക് ഓരോ ബ്രാൻഡുകൾ നമുക്ക് കണ്ടുടങ്ങാം. 17 ബ്രാൻഡുകൾ ഒരു സ്ട്രീറ്റിൽ മൊത്തം നിറഞ്ഞിരിക്കട്ടാ. ലോകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. ഇതിന് വേണ്ടി മാത്രം ഈ ഓട്ടോ ബാൻഡ് അല്ലെങ്കിൽ ഓട്ടോമാളിന് വേണ്ടി മാത്രം നിർമ്മിച്ച് വെച്ച ബിൽഡിങ്ങാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിലിംഗ് തുടങ്ങാട്ടോ കാറുകളുടെ. ഡേറ്റോണ കാർ, യൂസ്ഡ് കാർ. ഈ സൈഡിൽ മൊത്തം യൂസ്ഡ് കാറാണ് നമുക്ക് കാണാൻ പോണത്. ഇതണ്ട ബ്രോങ്കൊക്കെ നിൽക്കണൊക്കെ അമ്പോ. ഇത് ആൽഫ റോമിയോ. അത് കഴിഞ്ഞാൽ മാസറാത്തി ഇവിടെ കിടക്കുന്നുണ്ട്. അവരുടെ ഷോറൂം നോക്കിയാൽ മാസറാത്തിയുടെ വെമ്പളം കിടന്ന് കളിക്കണ്ട. മാസറാത്തി ആയിട്ട് രണ്ട് കാർ ഷോറൂം ഇതിൻ്റെ ഉള്ളിട്ടാ. ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ ഫുള്ള് കാർ ഇങ്ങനെ തുരുതുരാന്ന് എതിരിക്കുക. മാസറാത്തി കിട്ടില്ല വണ്ടി കിടക്കണ നോക്കിയോടെ എന്ത് ചെയ്യാൻ പറ്റുമോ? അതായത് ഡോഡ്ജിൻ്റെ റാം ഫുള്ള് ട്രക്കുകൾ, വാനുകൾ, കാറുകൾ എല്ലാം ഈ ഒരു സൈഡിൽ കാണാൻ കേട്ടോ. റാംഗ്ലർ വന്നുട്ടാ. ജീപ്പ്, റാംഗ്ലർ, ഡോഡ്ജ്. ഇത് ഒരുമിച്ച് മൂന്ന് കമ്പനിയോട് ഒരുമിച്ച് നിൽക്കണടാ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ. ക്രൈസ്ലർ, ഡോഡ്ജ്, ജീപ്പ്, റാം, ഈ 4 കമ്പനികളാണ് ഈ അങ്ങാടിയുള്ളത്. അങ്ങാടിയിലൊക്കെ വലിപ്പം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റില്ല. വണ്ടി ഇടിച്ച വണ്ടി കൊണ്ടുപോകണമെങ്കിൽ വണ്ടിയില്ലേ വണ്ടി ഇടിച്ചിട്ട് കൊണ്ടുവന്ന പോലെയാണ് കണ്ടിട്ട്. ഇത് ജീപ്പിൻ്റെ ഉണ്ട് ഫുള്ള്. റാംഗ്ലറും പരിപാടി ജീപ്പുകളാണ് മൊത്തം ഇരിക്കണം. ബൊറാങ്കോ, ഫോർഡിൻ്റെ 150. ഇത് മറ്റേ എക്സ്പെഡീഷനാണ് കേട്ടോ. എക്സ്പെഡീഷൻ നല്ല സൂപ്പർ വണ്ടിയാണ്. അപ്പോൾ ഈ സൈഡ് മൊത്തം ഫോർഡിൻ്റെ അങ്ങാടിയിലേക്ക് എത്തി. നമ്മൾ ഫുള്ള് ഫോർഡ് ഉണ്ട് അവിടെ. ഫുൾ ഫോർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോർഡ്. അമ്പോ അതുണ്ടാക്കി വെച്ചാൽ ഗ്രേ യോമൻസ്, നോ പേയ്മെൻറ്റ്സ്. പരസ്യത്തിനൊക്കെ ഇവർ കൊടുക്കണ വില കണ്ടോ നിങ്ങൾ? എന്തൊക്കെ കാണണല്ലേ? അയ്യോ അത് കളിക്കട്ടാ.
ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിൽ നമ്മളൊരു വണ്ടി. എന്തൊരു ഹൈറ്റ് എന്ന് വെച്ചിട്ട് 2 3 ഹൈറ്റ് ഉണ്ടത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ഓ അത് കളിക്ക്. ഫോർഡാണ് ഇപ്പോൾ ഉള്ളതിൽ ക്യാമൻ. അമേരിക്കൻ വണ്ടി ആകുമ്പോൾ അവർ ആ പവർ കാണിക്കാതിരിക്കില്ലേ. അപ്പോൾ ഫോർഡിൽ എല്ലാ പുതിയ വണ്ടി ഇറങ്ങുന്ന മോഡലും പഴയ മോഡലും ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ബ്രോങ്കോ ഒക്കെ ഫുള്ള് അവിടെ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. 150 ഒക്കെ വെക്കുന്നുണ്ട്. അപ് ടു 15,000 ഓഫ് കേട്ടോ. $15,000 15 ലക്ഷം വരെ ഓഫുണ്ട്. പ്രീ ഓണേഡ് ഫോർഡിൻ്റെ വെഹിക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയതുണ്ട് ഫുള്ള് പ്രീ ഓണേഡ് വെഹിക്കിളാണ് കാണുന്നത്. സ്ട്രീറ്റ് മൊത്തം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 17 ബ്രാൻഡുകളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലിങ്കൺ വന്നു. അപ്പോൾ ലിങ്കൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്കൻ ബ്രാൻഡാണത്. ലിങ്കൻ്റെ പുതിയ മോഡൽ ഇത് സൂപ്പർ ഏവിയേറ്റർ എന്ന് പറഞ്ഞ മോഡൽ കിട്ടില്ല വണ്ടി കേട്ടോ. ഇവിടെ കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട് ഈ വണ്ടി. എന്തുടെ വണ്ടി. അപ്പോൾ ലിങ്കൻ്റെ ജമ്പൂട്ട വണ്ടികളുണ്ട് ഇവിടെ. ഡേറ്റോണ ഓട്ടോമാളിൻ്റെ മെയിൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഓഫറുകൾ BMW ഓരോ വണ്ടികളിലൊക്കെ ഓഫർ എഴുതി കാണിക്കില്ല കേട്ടോ. എല്ലാ ഓഫറും ഇവിടെ എഴുതി കാണിക്കട്ടെ. ഈ സ്ക്രീനിൽ എഴുതി കാണിക്കും. ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ മേടിക്കാം. അങ്ങനെ ലിങ്കൺ ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത കാർ കമ്പനിയിലേക്ക് കിടക്കുന്ന സുഹൃത്തുക്കളെ. വേറൊരു സംഭവം ഉണ്ട്. ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ ഹൈവേ പോകണം. റൈറ്റ് സൈഡിൽ മൊത്തം എനിക്ക് വേണമെങ്കിൽ 1 2 3 മൈലല്ലേ നമ്മൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഹൈവേയുടെ സൈഡിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ആൾക്കാർക്ക് മൊത്തം കാണാം. ഫോർഡിൻ്റെ 50 ജമ്പൂട്ടൻ ട്രക്കുകളുണ്ടാ നോക്കിയാൽ. ഫോർഡിൻ്റെ വണ്ടി കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് കപ്പിത്താനെ ഓടിച്ച് ഫോർഡിൻ്റെ വണ്ടിക്ക് നമുക്കിപ്പോൾ ഒരു വേറൊരു മൂടാണ് കിട്ടണം കേട്ടോ. F350 450 ഒക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോ ബോഡി ഷോപ്പ്. ഓ അടിപൊളി ബോഡി ഷോപ്പിൻ്റെ ഒക്കെ ലെവൽ. ഇവിടെ നല്ല എക്സ്പെൻസീവ് അല്ലേ ബോഡി ഷോപ്പിൽ. ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഇവിടെ ഏതാ മാസ്തേരെ വണ്ടിയിലുണ്ടോ. മാസ്റ്ററെ കിട്ടില്ല കമ്പനിയാണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് അത് പോയി. അത് നാട്ടിലുള്ള സമയത്തൊക്കെ അടിപൊളി വണ്ടികളായിരുന്നു കേട്ടോ. ഓപ്പൺ നല്ല വണ്ടികളായിരുന്നു മാസ്റ്റർക്ക്. ഇവിടെ പിന്നെ മാസ്റ്ററെ പുതിയ മോഡലുകളും അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടോ. ഇത് അവർ തന്നെ പ്രീ ഓണേഡ്. മാസ്റ്റർ തന്നെ പ്രീ ഓണേഡ് വെഹിക്കിളാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. സ്ട്രീറ്റ് മൊത്തം നോക്കിയാൽ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വോക്സ് വാഗൻ്റെ ഷോറൂം കണ്ടു. വോക്സ് വാഗനൊക്കെ നല്ല ബെസ്റ്റ് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട്. എല്ലാ വണ്ടികളും നമുക്ക് ഇവിടെ വിസിബിൾ. നമ്മൾ വണ്ടീനെ പിടിച്ച് പോകുമ്പോൾ ഇതാ വാൻ കണ്ട പുതിയ വാൻ ഇറങ്ങിയിട്ടുണ്ട്. വോക്സ് വാഗൻ്റെ ഇതൊരു പുതിയ വാൻ കേട്ടോ. നമ്മുടെ മറ്റേ വലിയ നമ്മൾ ബ്രസീൽ മേടിക്കാന്ന് പറഞ്ഞ വണ്ടിയില്ല, അതിൻ്റെ ഒരു ചെറിയ ഒമിനിയൊക്കെ ഇത്തിരി വലിയ കുറച്ചുണ്ടാവും. ഇതൊക്കെ പിന്നെ വോൾവേ ഇവിടേക്ക് വന്നപ്പോൾ വോൾവ് വന്നിട്ടാ. എന്താ നോക്കില്ലേ ആസ്റ്റിൻ മാർട്ടിൻ. ആസ്റ്റിൻ മാർട്ടിൻ ഇവിടെ സെക്കൻഡ് ഹാൻഡ് വെച്ചിരിക്കുന്നത്. ആസ്റ്റിൻ മാർട്ടിൻ ജീവാങ് എടുക്കണോ. അതാണ് ഇത് ബെൻസിൻ്റെ ബെൻസിൻ്റെ ഉള്ള ജീപ്പും സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാ. ഷവർലേൻ്റെ വണ്ടി കിടക്കണമെങ്കിൽ തന്നെ 39,000 കേട്ടോ. ചെറിയ വിലയുള്ളൂ. ഡിസ്കൗണ്ട് ഇട്ടിട്ട് 39,000 ഏതാ വണ്ടികൾ നോക്കി നോക്കിയാൽ. ജീവാഗൻ്റെ എല്ലാ കളറും ഉണ്ടാവും. റെയിൻബോ കളർ എന്ന് പറഞ്ഞ പോലെ എല്ലാ കളറും. നീല ചുമപ്പ് പച്ച വെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ. ജീവാഗൻ്റെ പുതിയ മോഡലിൻ്റെ കളർ ഉണ്ടാവും. നമ്മുടെ അമേരിക്കൻ മിലിറ്ററി കളറാണ് ഉള്ളത്. ചന്ദന കളർ കല്ലക്കിട്ടത് പുതിയ ജീവാഗൻ കേട്ടോ. ഈ ജീവാഗൻ ഇവിടെ അടുത്ത് ഇത്ര അധികം കണ്ടിട്ടേ ഒന്ന് ജസ്റ്റ് ഇറങ്ങി കാണാണ്ട് പോകാൻ പറ്റില്ല. പ്രൈസ് ഒന്നും അവിടെ എഴുതി കൊടുത്തില്ല. പുതിയ കളർ കണ്ടോ നിങ്ങൾ. തൊട്ട വണ്ടിയുടെ കളർ അല്ലേ. കൊതിയാവെന്ന് പറയില്ലേ. ഇത് ഓടിക്കാൻ തോന്നില്ല. വെറുതെ വീട്ടിൽ മേടിച്ചിടാന്ന് പറയില്ല. സാധനം മേടിച്ചിട്ടുണ്ട പോലെയാ. എന്തുട്ട വണ്ടി. എല്ലാ വണ്ടിയും എന്തുട്ടാന്ന് തന്നെ പറയണ്ട കേട്ടോ. ഇവിടെ സ്പ്രിൻറ്ററുകളും വൈറ്റ് ജീവാഗൺ ബ്ലാക്ക് ജീവാഗൺ എല്ലാ പരിപാടികളുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ ഫുൾ ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ല. 2.5 കോടി ഈസി ആയിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഹാൻഡ് വെച്ചിട്ട് 55,000 സാധനം വെറും 52,000 ഉള്ള നിലയിലാണ്. ലോകത്ത് എവിടെ പോയാലും വെറും എന്നുള്ളൊരു വാക്ക് എല്ലാം ഉണ്ടാവും കേട്ടോ. 60,000 സാധനം വെറും 59,990 എന്ന് പറയില്ല. ആ കേസാട്ടോ. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ BMW കേട്ടോ. BMW എത്തി. BMW വരുമ്പോൾ ഒരു തറവാട് തന്നെയല്ലേ. ഓഡി BMW ഉണ്ടായി. നിസാൻ്റെ തന്നെ ലക്ഷറി മോഡായിട്ടുള്ള ഇൻഫിനിറ്റി ഉണ്ട്. രണ്ടും ഒരുമിച്ച് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നത്. അത് ഇവിടുത്തെ പുതിയ സ്കീമാണ്.
ലൈഫ് ടൈം വാറണ്ടി. ഓ ലൈഫ് ടൈം വാറണ്ടി. ഫ്രീ ഓയിൽ ചേഞ്ച് 10 വർഷത്തേക്ക് ഫ്രീ ഓയിൽ ചേഞ്ച്. അയ്യോ നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് നല്ല കാറ്റുണ്ട്. നമ്മുടെ മുമ്പിൽ ഈ പോണതേ അമേരിക്കത്തെ ഏറ്റവും ട്രാഫിക് കൂടിയ റൂട്ടുകളൊന്നായ 95 ഹൈവേന് പോണത്. അപ്പൊ ഈ 95 പോകുമ്പോൾ ഇവര് ഈ വണ്ടി നോക്കാൻ വേണ്ടിട്ട് സൈഡ് എക്സിറ്റ് എടുക്കൂലേ. അപ്പൊ ആൾക്കാർക്ക് വണ്ടി നോക്കാനും ഇവരെ പരസ്യം മൊത്തം കിടക്കണം. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ട ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കാർ കമ്പനിയാണ്. അപ്പൊ അവർ നല്ല ബിസിനസ് ട്രിക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കണോ. ലെഫ്റ്റ് സൈഡിൽ 95 ഇവിടെ പോകണു, ഇവിടെ ഈ ഫുൾ കാർ കമ്പനി. അപ്പൊ ആവശ്യമുള്ള ആൾക്കാർക്ക് പുതിയ വണ്ടികളൊക്കെ വരണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് നോക്കാനും എല്ലാത്തിനൊക്കെ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്ന് എക്സിറ്റ് എടുത്ത് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാട്ടോ. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. നമ്മൾ ഡ്രോൺ പറത്തില്ലേ, ഡ്രോൺ പറത്തിയപ്പോൾ ഇവിടെ അടുത്ത് എയർപോർട്ട് സോണുള്ള കാരണം ഡ്രോൺ സ്റ്റക്കായി. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. ഭാഗ്യത്തിന് ഡ്രോൺ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നില്ല, സൈഡിലായിരുന്നു. ഞാൻ നേരെ പോയിട്ട് ഇറക്കി വേഗം കൊണ്ട് പോന്നു. വേറെ ഇഷ്യൂസ് വരണം വെച്ചിട്ട് ഡ്രോൺ പറത്താൻ പാടില്ലാത്ത സൂണാണ്. പക്ഷേ ഡ്രോണിലത്തെ കാഴ്ചയിട്ട് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എന്തായാലും ഓട്ടോമാൾ എന്ന് പറയുന്ന സംഭവം അത്ഭുതകരമായിരുന്നു. ഇത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഓരോ ബിസിനസ് ടെക്നിക്സ് ആണോ രക്ഷയില്ല. ഈ കാണുന്നതൊക്കെ ഇത് എയർപോർട്ടിന്റെ ഭാഗമല്ലേ? ഇത് എയർപോർട്ട്. നമ്മൾ അവിടെ ഫ്ലൈറ്റ് പറത്തിയപ്പോൾ ഇത് മറ്റേ ടേക്ക് ഓഫിന്റെ ഏരിയയിൽ ഒരു സർക്കിളിനുള്ള നമ്മുടെ ഡ്രോൺ പെട്ടത്. ഞാനാകെ സത്യം പറഞ്ഞാൽ പേടിച്ചുട്ടാ. എന്നുവെച്ചാൽ ബിൽഡിങ്ങിന്റെ മുകളിലായെങ്കിൽ പെട്ടാനാടാ. പക്ഷെ നല്ല ഷോട്ട് കിട്ടിയില്ലേ. നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന റിസ്കുകളുണ്ടാ. എന്തായാലും വേറെ ഒന്നും പറ്റിയില്ല. അങ്ങോട്ട് പോന്നു. പോലീസിനെ നോക്കിയാൽ മതില്ല, പോലീസില്ല വെച്ച് പിടിക്കണം. നമ്മളൊരു അത്യപൂർവ്വ കാഴ്ചയിൽ കാണാൻ പോകണട്ടാ. നമ്മൾ നേരത്തെ എപ്പിസോഡ് പറഞ്ഞില്ലേ ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ ഉണ്ടെന്ന്. അവർക്ക് സ്കൂളിലേക്ക് വേണ്ട ഫ്ലൈറ്റുകളാണ് നമ്മുടെ മുമ്പിൽ എടുക്കണത് കേട്ടോ. ചിന്തിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കിയാൽ എന്തോരം ഫ്ലൈറ്റുകളാണ് നോക്കിയത് കണ്ട. ഫ്ലൈറ്റുകൾ ഇങ്ങനെ അണ്ടി നിറഞ്ഞിട്ട് നോക്കിയാൽ ഓരോ ഫ്ലൈറ്റുകളാണെങ്കിൽ പെട്ടെന്ന് നോക്കിയപ്പോഴേ ആരും പാർക്ക് ചെയ്താൽ വിചാരിച്ചേട്ടാ. നോക്കിയാൽ ആരും പാർക്ക് ചെയ്തല്ല. ഇവിടുത്തെ സ്കൂൾ, ഇവിടുത്തെ ഫ്ലൈയിങ് സ്കൂളിൻ്റെ ഇതാരെങ്കിലും ജിമ്മിച്ചിന് നമുക്ക് ഓർമ്മ തന്നെ ഇടാം. എത്ര ഫ്ലൈറ്റ് ഉണ്ടാവും? 1 2 3 4 5 6 7 8 ഒരു 10-50 ഫ്ലൈറ്റ് ഇതിൻ്റെ ഉള്ളത് അണിനിരയായിട്ടില്ലേ. ഫ്രണ്ടിൽ ബാക്കിൽ അതേപോലെ കേട്ടോ. ഒക്കെ റണ്ണിങ് കണ്ടീഷൻ ആവില്ല ഫുള്ള്. എല്ലാ റണ്ണിങ് കണ്ടീഷനാണ്. ഓരോ ഫ്ലൈറ്റ് നോക്കി പിള്ളേർക്ക് ദേഷ്യം വരുമ്പോഴല്ലേ പഠിപ്പിച്ച് മാഷന്മാർ പഠിപ്പിച്ച് ദേഷ്യം വരുമ്പോൾ ഈ ഫ്ലൈറ്റ് എടുത്ത് പറക്കാം. നമ്മൾ ഈ ആകാശം നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വരകൾ കാണണം. നിങ്ങൾ ഫുള്ള് ഫ്ലൈറ്റുകൾ പോയിട്ട് കാണാം. ഓരോ വരകളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഫ്ലൈങ് സ്കൂളുകൾ. അമേരിക്കയിലെ ഏറ്റവും കൂടുതലാണെങ്കിൽ ലോകത്തിൽ തന്നെയായിരിക്കും ഏകദേശം. എന്നാലും ഗൂഗിളിൽ നോക്കണം, ചാറ്റ് ജിപിടി ചോദിക്കേണ്ടോ. ഫുള്ള് സാധനങ്ങളുടെ മുകളിൽ അറഞ്ഞു പോകണം. ഒപ്പം തന്നെ ഫുള്ള് ഫ്ലൈറ്റുകൾ. ഈ ഒരു വരിയിൽ തന്നെ ഒരു 10-30 ഫ്ലൈറ്റ് ഒരു വരിയിലുണ്ട്. അങ്ങനെ 2 വരിയിൽ ഫ്ലൈറ്റുകൾ. ഫ്ലൈയിങ് സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടുള്ള ഫ്ലൈയിങ് സ്കൂളിലേക്കുള്ള ഫ്ലൈറ്റുകൾ കാണാട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഫ്ലൈറ്റ് അല്ലെങ്കിൽ പൈലറ്റ് ആവാം, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആവാം. ഏവിയേഷൻ മേഖലയിൽ അടുത്ത ഒരു 50 വർഷം അല്ലെങ്കിൽ 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ മാറ്റങ്ങളാണ്. നിങ്ങൾ ഡ്രോൺ വരുന്ന കേസുകൾ അറിഞ്ഞില്ലോ. നമ്മൾ ടാക്സി ഡ്രോണൊക്കെ വരുന്ന കേസുകൾ അറിഞ്ഞില്ലോ. ദുബായിൽ ഇപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആവാറായി. ഇപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നല്ലൊരു മേഖലയിലുണ്ട് ഈ ഫ്ലൈയിങ് സ്കൂൾ. അല്ലെങ്കിൽ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് പൈലറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ. ടെക്നിക്കലായിട്ട് പഠിക്കാം, AI ആയിട്ട് പഠിക്കാം. ഒരുപാട് അപ്ഡേറ്റ് ഈ മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ലോക്കലായിട്ട് ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏവിയേഷൻ അക്കാഡമി, നമ്മുടെ ജിമ്മിച്ചിൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ഇൻ്റർനാഷണലി ആണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഒരുപാട് വാസിലിക്ക അങ്ങനെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യാനുണ്ട്. എല്ലാം നിങ്ങൾ നോക്കി കണ്ട് എല്ലാവരും കാര്യങ്ങളും ചെയ്യുക. ഓരോരുത്തർക്കുള്ള ബഡ്ജറ്റിൽ ഓരോന്നും ചെയ്യുക. എല്ലാത്തിനും ഇപ്പോഴത്തെ കാലത്ത് സൊല്യൂഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്, UK ഒക്കെ ഫ്ലൈയിങ് സ്കൂൾ ഇങ്ങനെ ഉണ്ട്. ഓരോരുത്തർ ബഡ്ജറ്റിനനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്കൂൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ഡീറ്റെയിലേക്ക് വരാം. ഡീറ്റോണിൽ വന്ന് വേണമെങ്കിൽ പഠിക്കട്ടോ. എന്തായാലും മോർ എക്സൈറ്റഡ്. ഏവിയേഷനെ പറ്റി പറയുമ്പോൾ പ്രത്യേക സന്തോഷം കേട്ടോ. അതേപോലെ ഫ്ലൈറ്റുകളുണ്ടോ നോക്കിയാണോ. ഇവിടെയൊക്കെ കുറച്ചൊക്കെ എടുക്കണോട്ടോ. അപ്പുറത്തെ സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ ഫ്ലൈറ്റുകൾ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ചാട്ടോ. നല്ലൊരു കാഴ്ചയില്ലേ, നല്ലൊരു അനുഭവം കേട്ടോ. നിങ്ങൾ ആരെങ്കിലൊക്കെ നല്ല ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ അതിൽ നിന്നല്ലക്കാം. അത്രേ ഉള്ളൂ. ഇവിടുന്ന് 1 മണിക്കൂർ അപ്പുറം പോയ സെന്റ് ഓസ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സെന്റ് ഓസ്റ്റൻ.
അമേരിക്കയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റിയാണ് ഓക്കെ. അമേരിക്കയിലെ ഓൾഡസ്റ്റ് സിറ്റിയാണ്. ബിൽഡിങ്ങുകളൊക്കെ പഴയ തന്നെ ആയിരിക്കും. 1700 1700 1600 തൊട്ടുള്ള സംഭവം കാണാം. അതെ അല്ലേ? 1 മണിക്കൂർ അപ്പുറമാണ് സെന്റ് ജോർജ് എന്ന് പറയുന്നത്. അടിയിലേക്ക് മുകളിലേക്ക് താഴോട്ട് മയാമി പോകുന്ന വഴി, ജോർജിയ പോകുന്ന വഴി, മുകളിലേക്ക്. ആ, നമ്മുടെ ജാക്സൺ വില്ല. ഓക്കെ. ഞാൻ ആ വഴിക്ക് നിങ്ങൾ തിരിച്ചു വന്നേ ഇങ്ങോട്ട് വരുമ്പോഴേ. അതെ, അവിടെ പഴയ നമ്മുടെ ജയിലുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്.